السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ സകല അനുഗ്രഹങ്ങളും ചെയ്തു തന്ന അതേ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് വിചാരണക്ക് നാം ഓരോരുത്തരും ഹാജരാകേണ്ടത് എന്ന ബോധത്തോടു കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് റബ്ബിനെ അങ്ങേയറ്റം ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച് മരിക്കാൻ പ്രയത്നിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഉണർത്തുകയാണ്. രോഗവും അസുഖവുമായി അതേപോലെ തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രോഗിയാകാത്ത ആളുകൾ ഇവിടെ ആരും ഉണ്ടാവില്ല. ഒരു ചെറിയ പനി അല്ലെങ്കിൽ കാലെവിടെങ്കിലൊക്കെ വെച്ച് കുത്തി 2 ദിവസം മര്യാദയ്ക്ക് നടക്കാൻ പറ്റാത്ത ചെറിയൊരു പ്രയാസം, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമോ മാനസികമോ ആയ പ്രയാസങ്ങൾ അനുഭവിക്കാത്തവരായിട്ട് നമ്മൾ ആരും തന്നെ ഉണ്ടാവില്ല. മനുഷ്യന് രോഗത്തെ എക്കാലത്തും ഭയമാണ്, പേടിയാണ്. ഒരു നല്ല പനി പനിച്ച് സ്വന്തമായി ഒന്ന് ബാത്റൂമിലേക്ക് നടക്കാൻ പ്രയാസമാണെങ്കിൽ, ഒരാളെ കൈ പിടിച്ച് ബാത്റൂമിലേക്ക് പോണ്ട ഒരവസ്ഥ, അത് നമ്മളെല്ലാവരും ഭയപ്പെടുന്നു. അങ്ങനെ വരരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആഫിയത്തോടുകൂടി നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ, ഈമാനോടുകൂടി നീ ഞങ്ങളെ മരിപ്പിക്കണമേ എന്ന് നമ്മൾ ഈ നോമ്പിന്റെ ദിനരാത്രങ്ങളിലും രാത്രി നമസ്കാരത്തിന്റെ സുജൂദുകളിലും എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എന്താണ്, അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത, എത്ര തന്നെ മുതലാളിയാണെങ്കിലും പണമുള്ള ആളാണെങ്കിലും അസുഖം വരാന്നുള്ളത്, അത് ചികിത്സിച്ച് മാറ്റാനുള്ള ആസ്തി നമ്മളടുത്ത് ഉണ്ടെങ്കിലും സഹോദരങ്ങളെ, അത് നമ്മൾക്ക് പ്രയാസമുള്ള വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്. ഇനി ചികിത്സയില്ലാത്ത അസുഖങ്ങളാണെങ്കിൽ, ഇപ്പോ ചികിത്സിക്കേണ്ട ഒരു സ്റ്റേജിന് ശേഷം വളരെ വൈകി കണ്ടുപിടിക്കുന്ന ഒരു ക്യാൻസർ, നിങ്ങളിതാ 5 മാസം 6 മാസം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് ജീവിക്കാൻ സാധ്യത ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളെ, ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ ഭയപ്പെടുന്നു. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ജീവിതത്തിൽ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, നമ്മൾ ഒരു നോക്കുപോലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ നബി, പക്ഷെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കി, നമ്മൾ കാണാത്ത ഒരാളെ സ്നേഹിക്കാൻ കഴിയാന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നിട്ടും നമ്മൾ നമ്മുടെ നബിയെ സ്നേഹിക്കുന്നു. ആ നബി മരിച്ചത് ചില പനിയുമായി ബന്ധപ്പെട്ട, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പനി വന്നിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താണ്. അപ്പൊ ഒരു പനി വരുമ്പോൾ പോലും ഇപ്പൊ എന്താണ്, പണ്ടില്ലാത്തൊരു പേടി നമുക്ക് ഉണ്ട്. ഇപ്പൊ പുതിയൊരു പനി വന്നു, അത് കാരണം എന്താണെന്ന് പോലും കണ്ടെത്തിയിട്ടില്ല. വവ്വാലാണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു വവ്വാലാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. നിങ്ങൾ നോക്കി, ആ പനി പിടിച്ച്, ഈ വവ്വാലുണ്ടാക്കി എന്ന് പറയപ്പെടുന്ന നിപ്പ പനി പിടിച്ച്
2 ജ്യേഷ്ഠ സഹോദരങ്ങൾ പേരാമ്പ്രയിൽ മരിച്ചു. അവരെ ചികിത്സിച്ച സിസ്റ്റർ ലിനി എന്ന സിസ്റ്റർക്ക് അസുഖം വന്നു, സിസ്റ്ററും മരിച്ചു. അതിൽ മൂത്ത സഹോദരൻ CT സ്കാനിന് വേണ്ടി മെഡിക്കൽ കോളേജിന്റെ CT സ്കാനിന്റെ വരാന്തകളിൽ ചെലവഴിച്ച സമയത്ത് ആ വരാന്തകളിൽ അതേപോലെ സ്കാനിങ്ങിന് വന്ന ചില ആളുകൾ മരിച്ചുപോയി. ആ മരിച്ച സഹോദരൻ എക്സ്റേക്ക് വന്ന സമയത്ത് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ എക്സ്റേ എടുത്ത ചില ആളുകൾ മരിച്ചുപോയി. എന്നാൽ നോക്കൂ, ഈ 2 സഹോദരങ്ങളെയും അവസാന ശ്വാസം വരെ ചികിത്സിച്ച ഉമ്മ ഇവിടെ ബാക്കിയായിരിക്കുന്നു. എന്തേ ഉമ്മാക്ക 2 കുട്ടികളെ, നിപ ബാധിച്ച 2 കുട്ടികളെ മരണം വരെ ശുശ്രൂഷിച്ച ഉമ്മ രക്ഷപ്പെടുകയും എന്നാൽ കൂടുതൽ സഹവസിക്കാത്ത ബാപ്പ മരിച്ചു പോവുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ഈ അസുഖമെല്ലാം സംവിധാനിച്ച, ഇതെല്ലാം സുഖപ്പെടുത്താൻ കഴിവുള്ള ഒരു അല്ലാഹു ഉണ്ട്. ആ അല്ലാഹു ഈ ലോകമുണ്ടാകുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് ആര് എപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകില്ല. 100% പകരുന്ന ഒരസുഖമാണെങ്കിൽ സഹോദരങ്ങളെ, സിസ്റ്റർ ലിനിയുടെ 2 കുട്ടികൾ ഇപ്പോൾ ഇതാ ബാക്കിയായിട്ടുണ്ട്. എന്തേ അവർക്ക് അസുഖം വരാഞ്ഞത്? ഇതെല്ലാം ശാസ്ത്രത്തിന് മുമ്പിൽ ചോദ്യങ്ങളായി നിൽക്കുകയാണ്. അതുകൊണ്ട് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഏത് അസുഖം വന്നാലും അതിനെല്ലാം അത് ബാധിച്ച് മരിക്കണമെന്നുള്ളത് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ ഖദർ ഒത്തുവന്നിട്ടില്ല എങ്കിൽ ഒരസുഖങ്ങൾക്കും നമ്മളെ കൊല്ലാൻ സാധ്യമല്ല. അതല്ല, ഇന്ന സമയത്ത് നാം മരിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖദർ രേഖപ്പെടുത്തപ്പെട്ടതാണെങ്കിൽ സഹോദരങ്ങളെ, കാണാൻ പ്രയാസമുള്ള ഒരു വൈറസ് വേണമെന്നില്ല. നമ്മുടെ മരണം അത് കണക്കാക്കിയ പോലെ നടക്കാൻ വൈറസിന്റെയോ ബാക്ടീരിയയുടെയോ ആവശ്യമില്ലാതെ ജനന മരണങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു റബ്ബിലാണ് നമ്മൾ തവക്കുൽ ചെയ്തിരിക്കുന്നത്. ആ റബ്ബിലാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. ആ റബ്ബിനോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ റബ്ബിനോടാണ് നമസ്കാരത്തിൽ ഞാൻ സംഭാഷണം നടത്തുന്നത്. ആ റബ്ബുമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ റബ്ബിനെയാണ് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത്. അവിടെയാണ് സഹോദരങ്ങളെ രോഗത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ട അവിടെയാണ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന വിശ്വാസമുള്ളതും വിശ്വാസമില്ലാത്ത പല ആളുകളുമുണ്ട്. ആളുകൾ മരിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കാത്ത, അള്ളാഹുവിനെ പോലും നിഷേധിക്കുന്ന ആളുകൾ പ്രത്യക്ഷത്തിൽ വളരെ ശാന്തമായി മരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിച്ച ആളുകൾക്ക് ഒരു സമാധാനപരമായ മരണം പ്രത്യക്ഷത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. ഞാൻ അങ്ങനെ കാണാറുണ്ട്. മരിക്കുന്ന ആളുകൾ, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കാത്ത അബ്ദുള്ളമാർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനത്തെ അബ്ദുള്ളമാർ മരിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അവർ പ്രയാസപ്പെടുന്നതായി നാം കാണുന്നില്ല. അവർക്ക് സമാധാനപരമായ ഒരു മരണമാണ് ഡോക്ടർമാരെന്ന നിലക്ക് പലപ്പോഴും നാം കാണുന്നത്. ഇവിടെ പ്രയാസപ്പെടുന്ന മരണസമയത്ത് പ്രത്യക്ഷത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്തിട്ട് ആ മരണത്തിന് തയ്യാറെടുക്കാത്ത ആളുകളാണ് പ്രത്യക്ഷത്തിൽ ഏറ്റവും പ്രയാസകരമായ മരണം അഭിമുഖീകരിക്കുന്നതായി നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതൊരു അസുഖത്തിന്റെയും അതിന്റെ അവസാനം എന്നുള്ളത് മരണമാണ്. അതുകൊണ്ടാണ് അസുഖത്തെ നമ്മൾ പേടിക്കുന്നത്, മരണത്തെ നമുക്ക് പേടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വിശ്വാസി അങ്ങനെയല്ല. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം യാ അഹ്ലൽ ജന്ന, അല്ലയോ സ്വർഗവാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു മനുഷ്യനെ അഭിമുഖീകരിക്കാൻ ഇരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, വിചാരണയ്ക്ക് ശേഷം സ്വർഗത്തിന്റെ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതാ സ്വർഗത്തിലേക്കുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് യാത്രയാക്കിക്കൊണ്ട് നമ്മളേറെ സ്നേഹിച്ച, നമുക്കെല്ലാം സംവിധാനിച്ചു തന്ന നമ്മുടെ റബ്ബിനെ ഒരു നോക്ക് കാണാനുള്ള ആ അവസരത്തിന് വേണ്ടിയാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസി ജീവിക്കുന്നത്. അതാണ് ഒരു വിശ്വാസിയുടെ ഇഹലോക
ഇഹലോകവുമായിട്ടുള്ള ബന്ധം, അതിനുള്ള വിഭവങ്ങൾ ഒരുക്കുകയാണ് ഈ ലോകത്ത് വിശ്വാസി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വൈറസുകളോ ബാക്ടീരിയകളോ കണ്ടുപിടിച്ചതോ കണ്ടുപിടിക്കപ്പെടാൻ പോകുന്നതോ വന്നതോ വരാനിരിക്കുന്നതുമായോ ഏത് ഗൗരവപരമായ ഏത് ഭീകരമായ അസുഖങ്ങൾ വന്നാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്റെ ഖദറിൽ നിശ്ചയിച്ച മരണം ഈ വർഷം സംഭവിക്കുമെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എവിടെയാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസി മറ്റുള്ളവരുമായി വ്യത്യാസപ്പെടുന്നത്? ഒരു അസുഖം വരുമ്പോൾ ഒരു കാഫിറും ഒരു വിശ്വാസിയും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഈ മരണത്തിന് ശേഷം ഒരു വിചാരണയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളും തമ്മിൽ എവിടെയാണ് വേർതിരിയുന്നത്? അത് കൃത്യമാണ്. ഖുർആൻ പറഞ്ഞു, ഈ മരണത്തെയും ജീവിതത്തെയും, ജീവിതം എന്നല്ല ആദ്യം തബാറക സൂറത്തിൽ നാം ഓതുന്ന അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അവിടെ ആദ്യം പറഞ്ഞത് മരണമാണ്, പിന്നെയാണ് ജീവിതം പറഞ്ഞത്. ജീവിതത്തെയും മരണത്തെയും സംവിധാനിച്ച അല്ലാഹു എന്നല്ല പറഞ്ഞത്. മരണത്തെയും ജീവിതത്തെയും സംവിധാനിച്ചത് നിങ്ങളെ പരീക്ഷിക്കാനാണ്. അതുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്ന് ഖുർആനിന്റെ പ്രയോഗത്തിൽ നിന്ന് പോലും വ്യക്തമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ജീവിതവും മരണവും എല്ലാം നിശ്ചയിച്ചത് ഇവിടെ ആരാണ് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നത് എന്നറിയാനാണ്. നിങ്ങൾ നോക്കൂ, വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ട് രണ്ടു കൂട്ടർക്കും പരിക്ക് പറ്റി, രണ്ടുപേരും വേദനയും പ്രയാസവും അനുഭവിച്ച സന്ദർഭത്തിൽ ഇറങ്ങിയ സൂറത്തു നിസാഇന്റെ 104-ാമത്തെ ആയത്തിൽ കാണാം, ഇൻ തകൂനു തഅലമൂൻ ഫഇന്നഹും യഅലമൂൻ, അവർ വേദനിക്കുന്നുവെങ്കിൽ നിങ്ങളും വേദനിക്കുന്നുണ്ട്. ഇൻ തകൂനു തഅലമൂൻ, നിങ്ങൾക്ക് വേദനയുണ്ട് എങ്കിൽ ഇതാ അവർക്കും വേദന അനുഭവിക്കുന്നുണ്ട്. അവരുടെയും നിങ്ങളുടെയും വേദന തമ്മിലുള്ള വ്യത്യാസം എന്താണ് സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അടുത്ത വചനത്തിൽ പറയുന്നു, വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്, അത് അവർ പ്രതീക്ഷിക്കുന്നില്ല. അഥവാ അവർ പ്രതീക്ഷിക്കാത്ത എന്തോ ഒന്ന് ആ വേദനയിൽ നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം. രോഗം കൊണ്ടോ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുമ്പോൾ വിശ്വാസിക്ക് ചില കാഴ്ചപ്പാടുകൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു പ്രയാസത്തിലും, അത് രോഗമാകട്ടെ മറ്റു പ്രതിസന്ധികളാകട്ടെ, രണ്ട് തരത്തിലുള്ള പ്രതിഫലനമാണ്. ഒന്ന് പോസിറ്റീവായിട്ട് എടുക്കാം. എന്താണ്? എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്, എന്റെ ദറജ ഉയർത്തുകയാണ്, എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കുകയാണ്. എന്റെ റബ്ബ് എന്നെ ഞാൻ ഏറെ സ്നേഹിക്കുന്ന റബ്ബ് നല്ല ഗുണമാണ്, ഏറ്റവും നല്ല ഗുണകരമായ കാര്യമാണ് ഈ അസുഖത്തിലൂടെ എനിക്ക് നൽകിയിരിക്കുന്നത് എന്ന് ആശ്വസിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ, ഇതാ ഈ പ്രയാസം എനിക്ക് തന്ന അല്ലാഹുവിനാണ് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ നമുക്കിത് ഉപയോഗപ്പെടുത്താം. എന്നാൽ ചില ആളുകൾ എന്താണ് ചെയ്യുക? അത് നെഗറ്റീവായിട്ടാണ്. എന്താണ് എപ്പോഴും റബ്ബ് എന്നോട് ഇങ്ങനെ, എനിക്ക് മാത്രം എന്താണ് പരീക്ഷണം? ഇതാ അയൽപക്കത്ത് പലിശ വാങ്ങുന്ന, കഞ്ചാവ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വ്യഭിചരിക്കുന്ന എന്റെ അയൽവാസിക്ക് ഒരു പരീക്ഷണങ്ങളുമില്ല. ഇപ്പോൾ പടച്ചോൻ എന്റെ നേരെ തിരിഞ്ഞിക്കാണ്, എന്നോടൊരു ദേഷ്യമാണ് എന്നുള്ള രൂപത്തിൽ റബ്ബിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് ശാപവാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് നെഗറ്റീവായ രൂപത്തിൽ നമുക്ക് പ്രതികരിക്കാം, റബ്ബിൽ നിന്ന് മറയിടാം. ഇതാ ഏത് കാലത്തും മനുഷ്യനുണ്ടായ കാലം മുതലേ അസുഖം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് പോകേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരിലേക്ക് തിരിഞ്ഞ ചരിത്രം എക്കാലത്തും മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് സൂറത്തു ശുറായിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറയുന്നുണ്ട്, ഫൈദാ മരിൽത ഫഹുവ യശ്ഫീൻ, എനിക്ക് അസുഖമായാൽ എന്നെ സുഖപ്പെടുത്തുന്നത് അല്ലാഹുവാണ് എന്ന സമുദായത്തെ പഠിപ്പിക്കുന്നത്. അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് എക്കാലത്തും ജനങ്ങൾ തിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കൂ, നിപ്പ വൈറസിന്റെ പ്രശ്നമുണ്ടായി. ആ സമയത്തും എന്താണ് ഇവിടെ ഇസ്ലാമിന്റെ ആളുകൾ എന്ന് കുത്തക അവകാശപ്പെടുന്ന ചില വസ്ത്രധാരികളായ ആളുകൾ ഇതാ പറഞ്ഞു, മങ്കൂസ് മൗലൂദ് ചെല്ലിയാൽ നിപ്പ വൈറസിൽ നിന്ന് രക്ഷപ്പെടാം. അബ്ദുൽ ഖാദർ ജീലാനി എന്ന് 1001 പ്രാവശ്യം വിളിച്ചാൽ ഇതാ
നിപ വൈറസിൽ നിന്ന് രക്ഷപ്പെടാം. സഹോദരങ്ങളെ, എന്തൊരു വിഡ്ഢിത്തമാണ്! എന്താണ് ഇസ്ലാമിനെ പറ്റി നാം മനസ്സിലാക്കിയിട്ടുള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നത് സഹോദരങ്ങളെ എന്തിനാണ്? അവിടെ അള്ളാഹുവിനെ പറ്റി പറയാനല്ല, എല്ലാം കഴിയുന്ന ഒരു റുബൂബിയത്ത് മൊത്തമായി ചെയ്യുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്ന അള്ളാഹുവിനെ പറ്റി പറയാനല്ല മക്കത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്. അവിടെ ജീവിച്ച വളരെ നല്ല മനുഷ്യനായ ലാത്തയെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ജീവിതത്തിന്റെ അസന്നിഗ്ധ ഘട്ടങ്ങളിൽ ഇതാ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ചെറിയ ചെറിയ പ്രശ്നമുണ്ടാകുമ്പോഴും ലാത്തയെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന, ലാത്തയോട് സഹായം തേടിയിരുന്ന മക്കാ മുശ്രിക്കുകളോട് നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാനാണ് ഖുർആൻ അവതരിച്ചത്, മുഹമ്മദ് നബി വന്നത്. സഹോദരങ്ങളെ, അതുപോലും മനസ്സിലാക്കാത്ത ആളുകളാണ് ഇന്ന് അസുഖം വരുമ്പോൾ മങ്കൂസ് മൗലൂദ് ചെല്ലണമെന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എത്ര സത്യമാണ്. ജാഹിലിയത്ത് എന്താണെന്ന് അറിയാത്തവന് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കുകയില്ല. ഇസ്ലാം എന്താണെന്ന് അറിയണമെങ്കിൽ ജാഹിലിയത്ത് എന്താണെന്ന് അറിയണം. ജാഹിലിയത്തിൽ അവർ അള്ളാഹുവിനെ നിഷേധിച്ചിട്ടില്ല. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന വിഷയത്തിൽ മാത്രമേ മക്കാ മുശ്രിക്കുകൾക്ക് പ്രശ്നമുണ്ടായിരുന്നുള്ളൂ. അത് ശരിയല്ല, അത് ശിർക്കാണ്, കാലാകാലം നരകത്തിൽ പോകുന്ന കാര്യമാണ് എന്നവരെ പഠിപ്പിക്കാനാണ് മുഹമ്മദ് നബി വന്നത്, ഖുർആൻ അവതരിച്ചത്. ഇതുപോലും ഈ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ നോക്കൂ, ഈ ഔലിയാക്കന്മാരുടെ ദറജയിൽ ഏറ്റവും വലിയ ഔലിയ ആരാണ് സഹോദരങ്ങളെ? അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ വെച്ച് ഏറ്റവും വലിയ ഔലിയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അതിനുശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അതിനുശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അതിനുശേഷം ഇസ്ലാമിക ലോകത്തെ സഹാബാക്കളാണ്. പ്രവാചകനെ നേരിട്ട് കണ്ട ആളാണ് ഏറ്റവും വലിയ ഔലിയ. ആ ഔലിയക്ക് താഴെ ലോകത്തിലെ വേറെ ഏത് ഔലിയയും വരികയുള്ളൂ സഹോദരങ്ങളെ. എന്നിട്ടെന്തേ ഇവർ അബൂബക്കറിനെ വിളിക്കാത്തത്, ഇവർ ഉമറിനെ വിളിക്കാത്തത്, ഇവർ ഉസ്മാനെ വിളിക്കാത്തത്? വർഷങ്ങൾക്ക് ശേഷം, അനേക നൂറോളം വർഷങ്ങൾക്ക് ശേഷം ജീവിച്ച മഹാനായ മുഈദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയെ എന്തിനാണ് ഇവർ വിളിക്കുന്നത്? അത് പിശാചിന്റെ അജണ്ടയാണ്. ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടല്ല, ഇവർ ഈ ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുകയാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അസുഖം വന്നാൽ അസുഖത്തിന് ആദ്യമായി ചികിത്സിക്കുന്നവനും രോഗിയും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം അല്ലാഹുവാണ് രോഗത്തെ സുഖപ്പെടുത്തുന്നത്. ഡോക്ടർ എഴുതിയ ഏതെങ്കിലും മരുന്നോ സിസ്റ്റർ തരുന്ന ഏതെങ്കിലും ഇഞ്ചക്ഷൻ കൊണ്ടല്ല എന്റെ അസുഖം ഭേദമാകുന്നത്. അങ്ങനെ ഭേദമാകുകയായിരുന്നെങ്കിൽ ഇവിടെ ആശുപത്രിയിലെ എല്ലാ രോഗികളും ചികിത്സിച്ച് പൂർണ്ണമായി ഭേദമായി വീട്ടിൽ പോകേണ്ടിയിരുന്നു. എന്നാൽ ചികിത്സിക്കുന്ന ആളുകളിൽ വളരെ ന്യൂനപക്ഷം ആളുകൾ മരിക്കുന്നു. അവർക്കും കിട്ടിയത് അതേ മരുന്നാണ്, പക്ഷെ അവർ മരിച്ചു, ബാക്കിയുള്ളവർ ബാക്കിയായി. എന്തേ സഹോദരങ്ങളെ വ്യത്യാസം? അവിടെ അള്ളാഹുവിന്റെ ഇടപെടലുണ്ട്. അതുകൊണ്ട് ചികിത്സിക്കുന്നവനും ഇതാ രോഗിയും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇവിടെ ആത്യന്തികമായി അസുഖം സുഖപ്പെടുത്തുന്നത് ഡോക്ടർ അല്ല, അള്ളാഹുവിൽ നിന്നുള്ള ശിഫയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു ശിഫയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത് രോഗിയുടെയും കൂടെയിരിക്കുന്ന ആളുകളുടെയും സന്ദർശിക്കുന്ന ആളുകളുടെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും ഒന്നാമത്തെ ഉത്തരവാദിത്തമാണ്. അള്ളാഹുവാണ് അസുഖം തന്നത്, അവനാണ് ശിഫ നൽകുന്നത്, അവന് മാത്രമേ പൂർണ്ണമായ ശിഫ നൽകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മങ്കൂസ് മൗലൂദുകളോ അതേപോലെ ശിർക്കിന്റെ എന്തെങ്കിലും കാര്യങ്ങളോ, ഇതാ നോക്കൂ, പ്രതിസന്ധിയിൽ തട്ടി പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളടുത്തേക്കാണ് പിശാച് പെട്ടെന്ന് വരിക. ഇതാ ഇന്ന ജാറത്തിൽ പോയാൽ അസുഖം മാറും,
നിങ്ങളെ 4 കുട്ടികൾക്ക് മാനസികമാണോ? മൂത്ത മകന് മാനസികമായി. നിങ്ങൾ നോക്കൂ, ജീവിതത്തിൽ അധ്വാനിക്കാനുള്ള, ഒന്ന് ആശ്വസിക്കാൻ സമയമായി, ഒന്ന് തലചായ്ക്കാൻ സമയമായി എന്ന് ആശ്വസിച്ച് ഇരിക്കുന്ന സമയത്ത് 25 വയസ്സുള്ള മകന് മാനസികമുണ്ടായി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ചികിത്സിച്ചേക്കാം. പക്ഷേ ഇതാ അതിന് താഴെയുള്ള 18 വയസ്സുള്ള രണ്ടാമത്തെ മകനും മാനസികമാണെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ചികിത്സകൾ പരാജയപ്പെടുമ്പോൾ ആളുകൾ പറയും ഭീമാ പള്ളിയിൽ കൊണ്ടുപോയാൽ മാറും, മുജാഹിദാണ് എന്നൊന്നും ആരോടും പറയേണ്ടതില്ല, അസുഖം മാറണമെങ്കിൽ അതൊക്കെ വേണ്ടി വരുമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, വിശ്വാസം പരീക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് അസുഖം വരുമ്പോൾ അസുഖത്തിൽ പ്രയാസപ്പെടുന്ന വിശ്വാസിയെ പറ്റി പറഞ്ഞത്, അവൻ വേരുറച്ച ഒരു മരമാകുന്നു, കാറ്റടിച്ചാൽ അത് ആടിയേക്കാം, പക്ഷേ അത് വേരെടുത്ത് പിഴുതു പോകപ്പെടില്ല. എന്നാൽ വിശ്വാസം ഉറക്കാത്തവനാണോ, അവൻ വേരടക്കം പിഴുതെറിയപ്പെടുന്ന വിശ്വാസമായിരിക്കും. അവൻ ആ സമയം ശിർക്കിൽ അധപ്പതിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അസുഖം എന്നുള്ളത് നമുക്കാകാം, നമ്മുടെ ഉറ്റവർക്കാകാം, കടുത്ത പരീക്ഷണമാണ് സഹോദരങ്ങളെ. ആ പരീക്ഷണത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ശിർക്കുമായിട്ട് സഹോദരങ്ങളെ ഒരു ബന്ധം, ഒരു നൂലിന്റെ ബന്ധം പോലും നമുക്കുണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും വെള്ളമോ നൂലോ അങ്ങനെ ഒരു ചിന്ത പോലും ഒരു വിശ്വാസിയുടെ മനസ്സിൽ കടന്നു വരാൻ പാടില്ല. അതുകൊണ്ട് വിശ്വാസമാണ് നാം ആദ്യമായി ഉറപ്പിക്കേണ്ടത്. അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു ഖദറിലുള്ള വിശ്വാസം, നമ്മളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. എന്റെ റബ്ബ് ഒരു നന്മയായിട്ട് ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലൗഹിൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയ അസുഖമാണ് ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത്. അത് തന്നെയാണ് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, മഹദിയായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മക്കയിലും മദീന അറേബ്യയുടെ പല ഭാഗങ്ങളിലും പ്ലേഗ് പൊട്ടിപ്പടർന്ന് ആളുകൾ മരിച്ചു വീണപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ പ്ലേഗിന്റെ സ്ഥിതി എന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അത് അള്ളാഹുവിന്റെ ശിക്ഷയാകുന്നു, അത് അള്ളാഹു ഉദ്ദേശിച്ച ആളുകളുടെ മേൽ ആ ശിക്ഷ അള്ളാഹു നടപ്പാക്കും. എന്നാൽ വിശ്വാസിക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ് ആ സന്തോഷ വാർത്ത? ഒരു നാട്ടിൽ പ്ലേഗ് ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ആ നാട്ടിൽ നിന്ന്, അവന്റെ വീട്ടിൽ നിന്ന് അവൻ പുറത്തു പോകാൻ പാടില്ല എന്നാണ്. നിങ്ങൾ നോക്കൂ, സൂറത്തു ബഖറയിലെ ആയത്ത് കാണാം, അലം തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം വഹും ഉലൂഫും ഹദറൽ മൗത്ത്. ആയിരക്കണക്കിന് ആളുകൾ മരണത്തെ പേടിച്ചുകൊണ്ട് അവരുടെ വീടിൽ നിന്ന് ഇറങ്ങിയത് നീ മനസ്സിലാക്കിയിട്ടില്ലെന്നാ. ബനു ഇസ്രായേൽ ഉണ്ടായ ചരിത്രമാണത്. ഒരു സ്ഥലത്ത് പകർച്ചവ്യാധി പിടിപെട്ടു, ആളുകൾ മരിച്ചു വീഴാൻ തുടങ്ങി. കണ്ണിന്റെ മുമ്പിൽ ഇത് ആളുകൾ ഇങ്ങനെ മരിച്ചു വീണപ്പോൾ അവിടുന്ന് ആളുകൾ ഓടിപ്പോയി. എന്തിന്? ഇവിടെ നിന്നാഞ്ഞ് മരിക്കുമെന്ന് പേടിച്ചുകൊണ്ട് അവർ ആ നാട് വിട്ട് ഓടിപ്പോയി എന്നാണ്. ഏതൊരു മരണത്തിൽ നിന്നാണോ അവർ ഓടി രക്ഷപ്പെട്ടത്, ആ മരണത്തിലേക്ക് അള്ളാഹു അവരെ മടക്കി. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ പോയി മരിക്കുക, നിങ്ങൾ പോയി ചത്തോളി എന്നറിയില്ലേ, നിങ്ങൾ മരിച്ചു കൊള്ളുക. എന്താണ്? ആ ആളുകളൊക്കെ മരിച്ചു എന്നാണ്. എന്ത് പേടിച്ചിട്ടാണോ അവർ ഓടിയത്, അതിലവർ എത്തിപ്പെട്ടു എന്നാണ്. അപ്പൊ മരണം എന്നുള്ളത് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ ഹദീസിൽ നോക്കി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാണ്, അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിന്റെ വിധി എനിക്ക് തട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പ്ലേഗ് ബാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ അവനെ പ്ലേഗ് ബാധിച്ചവൻ മരിച്ചാൽ അവന് ഷഹീദിന്റെ കൂലിയാണെന്നാണ്. പ്ലേഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ, പകർച്ചവ്യാധി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നാട് വിട്ട് പുറത്തു പോകാൻ പാടില്ല, പുറത്തു നിന്ന് ഒരാളും ആ നാട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് അന്ന് അള്ളാന്റെ റസൂൽ കൽപ്പിച്ചതാണ്. അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുമ്പോൾ നല്ല പേടി ഉണ്ടാവും, മരിക്കോ എന്നുള്ള പേടി ഉണ്ടാവും. ആ പേടി ഒരാൾ നേരിടേണ്ടത് എങ്ങനെയറിയോ? അള്ളാന്റെ ഖദർ കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഖദറിൽ ഞാൻ മരിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മരിക്കും. ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്വബറോടുകൂടി ആ വീട്ടിൽ, ആ നാട്ടിൽ ഇരിക്കാൻ സാധിച്ചാൽ പ്ലേഗ് വന്ന് മരിച്ചാലും ഷഹീദിന്റെ കൂലിയുണ്ട്. അതല്ല പണ്ടാറം ഇവിടെ വന്നത്, ഞാൻ അന്ന് ഗൾഫിൽ നിന്ന് വരണ്ടില്ലേന്നു, ടിക്കറ്റ് കുറച്ച് അങ്ങോട്ടാക്കിയാൽ മതിയെന്നു, പണ്ടാറം ഇവിടെ കുടുങ്ങി നിറഞ്ഞ് കുത്തിരുന്ന് പ്ലേഗ് വന്ന് മരിച്ചാല് ഷഹീദിന്റെ കൂലി ഉണ്ടാവില്ല. അള്ളാന്റെ ഖദറിൽ വിശ്വസിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ടിരുന്ന് അസുഖം ബാധിച്ച് മരിച്ചാൽ എന്തുണ്ടാവുള്ളൂ? കൂലി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കൃത്യമാണ്. എന്താ സഹോദരങ്ങളെ, എത്രയെത്ര മെച്ചങ്ങളാണ്, പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്.
പല തരത്തിലും ഹദീസുകൾ വന്നിട്ടുണ്ട്. അസുഖമായി ആ അസുഖത്തിൽ ഒരു വിശ്വാസി ക്ഷമിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ ഇല പൊഴിയുന്നത് പോലെ, ശരൽക്കാലത്ത് വൃക്ഷങ്ങളുടെ ഇല കൊഴിയുന്നത് പോലെ എന്ത് ചെയ്യും, അവന്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന കാലത്ത് പനി ബാധിച്ചുകൊണ്ട് മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ സഹാബത്ത് വന്ന് സന്ദർശിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട്, ആ പ്രയാസപ്പെടുന്ന മുഖത്ത് നോക്കിയിട്ട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങൾക്ക് നല്ല വേദനയുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹിന്റെ റസൂല് പറയുന്നൊരു മറുപടിയുണ്ട്, ഞാൻ നിങ്ങളിൽ രണ്ടാൾ അനുഭവിക്കുന്ന വേദന ഇപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അസുഖങ്ങളും നേരിട്ടിട്ടുള്ളത് പ്രവാചകന്മാരാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളെയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക. ഏറ്റവും കടുത്ത പരീക്ഷണം പ്രവാചകന്മാർക്കാണ്. നിങ്ങളിൽ രണ്ടുപേർ അനുഭവിക്കുന്ന വേദന ഇപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നിങ്ങൾ നോക്കി, നമ്മളും സഹാബത്തും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. സഹാബത്ത് തിരിച്ചു ചോദിച്ച ചോദ്യമുണ്ട്. എന്താണ് ചോദിച്ചത്? അപ്പോൾ ഞങ്ങളിൽ രണ്ടുപേർക്ക് കിട്ടുന്ന പ്രതിഫലം താങ്കൾക്ക് കിട്ടുമല്ലേ എന്നാണ് സഹാബത്ത് തിരിച്ചു ചോദിച്ചത്. അപ്പോഴും ആ ഇഹ്തിസാബാണ്, പ്രതിഫലത്തെ പറ്റിയുള്ള ആ നല്ല വിചാരമാണ്, ആ പ്രതീക്ഷയാണ് സഹോദരങ്ങളെ ആ മരണാസന്നനായി കിടക്കുമ്പോഴും അവർക്കുണ്ടായിരുന്നത്. നമുക്കില്ലാതെ പോയതും നമ്മൾ ശപിക്കുന്നതും പഴിക്കുന്നതുമെല്ലാം ആ വിധിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. കള്ളം പറഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അധ്യാപനങ്ങൾ അറിയാത്തത് കൊണ്ടോ അറിഞ്ഞിട്ടും ബോധ്യപ്പെടാത്തത് കൊണ്ടോ നമുക്ക് സഹോദരങ്ങളെ ഒരു സൽവിചാരമില്ലാതെയായി പോയി. അതുകൊണ്ട് കൃത്യമാണ് കാര്യങ്ങൾ. രണ്ട് വേദന, ഒരു പ്രയാസം മുസ്ലിമിന് അവന്റെ ശരീരത്തിലോ അവന്റെ സമ്പത്തിലോ ഉണ്ടായിട്ടുണ്ടോ അതിനൊരു പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. അത് ചിലപ്പോൾ ദുനിയാവിൽ തന്നെ തന്നേക്കാം, ചിലപ്പോൾ അത് ആഖിറത്തിലേക്ക് മാറ്റി വെച്ചേക്കാം. അതുകൊണ്ട് അസുഖമായി ബന്ധപ്പെട്ട് തൃപ്തി കാണിച്ചാൽ അവൻ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകും. ആരെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ട് കോപിച്ചാൽ, അള്ളാഹുവിനോട് ഇഷ്ടക്കേട് കാണിച്ചാൽ അവൻ അള്ളാഹുവിന്റെ കോപമുണ്ടാകും. കൃത്യമാണ്, ഹദീസിന്റെ വചനങ്ങളിൽ നിന്ന് കൃത്യമായി പറഞ്ഞതാണ്. ഏറ്റവും പരീക്ഷണത്തിനനുസരിച്ചാണ്, രോഗത്തിന്റെ പ്രയാസത്തിനനുസരിച്ചായിരിക്കും പ്രതിഫലം രേഖപ്പെടുത്തുക. ഇന്ന ഇളമൽ ജസാഇ മാ ഇളമിൽ ബലാഇ എന്നാണ്. ബലാഇന്റെ, പരീക്ഷണത്തിന്റെ വലിപ്പത്തോളം അത്രത്തോളം വലിപ്പമുണ്ടാകും പ്രതിഫലത്തിന്റെ വലിപ്പത്തിന്. കൃത്യമാണ്. വേരുറച്ച വിശ്വാസിയെ പറ്റി നാം നേരത്തെ പറഞ്ഞു, അവൻ വേരുറച്ച മരത്തെ പോലെയാണ്. അത് ചാഞ്ചാടിയാക്കാം പ്രയാസമുണ്ടാവുമ്പോൾ, പക്ഷെ ഒരിക്കലും അത് പിഴുതെറിയപ്പെടുകയില്ല. നോക്കൂ, ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു എന്നാണ്. ആർക്കെങ്കിലും അല്ലാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവന് അല്ലാഹു എന്തുദ്ദേശിച്ചിട്ടുണ്ട്? അവനെ അല്ലാഹു പ്രയാസപ്പെടുത്തും, അവന് അല്ലാഹു പരീക്ഷിക്കുമെന്നാണ്, അവന് ചെറിയ പ്രയാസങ്ങൾ അല്ലാഹു ബാധിപ്പിക്കുമെന്നാണ്. അതുകൊണ്ട് ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അത് അല്ലാഹു എനിക്കൊരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമ അവലംബിക്കാൻ സഹോദരങ്ങളെ ഈ ഹദീസുകൾ നമുക്ക് വെളിച്ചമാകേണ്ടതുണ്ട്. നിങ്ങൾ നോക്കി, ഇത് മാത്രമല്ല, അമലുകൾ കുറഞ്ഞ ആളുകളെ അള്ളാഹുവിന്റെ കണക്കനുസരിച്ച് നല്ല അമലുകളുമായി സ്വർഗത്തിൽ പോകേണ്ട ഒരാള് മരണാസന്നനായിട്ടും അമലുകളില്ലാതെ നിൽക്കുമ്പോൾ സഹോദരങ്ങളെ, അമലുകളുള്ള ആളുകളുടെ ദറജയിലേക്ക് ഉയർത്താൻ വേണ്ടി അള്ളാഹു അയാൾക്ക് അസുഖം കൊടുക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതായത് അയാൾ കുറെ അമലുകളുമായി സ്വർഗത്തിൽ പോകേണ്ട ആളാണ്, പക്ഷെ മരണാസന്നനായിട്ടും അയാൾക്ക് അമലുകളില്ല. അപ്പൊ ആ ആളെ അള്ളാഹു എന്ത് ചെയ്യും? കുറച്ച് അസുഖങ്ങൾ കൊടുത്തുകൊണ്ട് ആ കൂടുതൽ അമലുള്ള ആളുകളുടെ ദറജയിലേക്ക് അയാളെ ഉയർത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അസുഖങ്ങൾ നൽകുമെന്ന് അതേപോലെ കൃത്യമായി ഹദീസ് വന്നിട്ടുണ്ട്. ആ ഹദീസ് ഷെയ്ഖ് അൽബാനി സഹീഹാണെന്ന്, അബൂദാവൂദിന്റെ ആ ഹദീസ് സഹീഹാണെന്ന് ഇമാം അൽബാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കി, അപ്പൊ അത്രത്തോളം നന്മ നമ്മുടെ റബ്ബ് നമുക്ക് ഒരു അസുഖത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതെല്ലാം അങ്ങനെ കേട്ടാൽ ചിലപ്പം തോന്നിപ്പോകും ഒരു അസുഖം വന്ന് മരിച്ചൊക്കെയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അത്രത്തോളം പ്രതിഫലങ്ങളും നന്മകളുമാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസിക്ക്. ഇത് വിശ്വാസിക്ക് മാത്രമായിട്ടുള്ളതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് വിശ്വാസി അസുഖം വന്നാൽ ഒരു നിലക്കും എന്ത് ചെയ്യണ്ടില്ല, പ്രയാസപ്പെടേണ്ട
നഷ്ടപ്പെടേണ്ടതില്ല. പക്ഷേ മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ച് മനുഷ്യൻ അക്ഷമനാണ്. ബേസിക്കലി അടിസ്ഥാനപരമായി മനുഷ്യൻ അക്ഷമനാണ്. അതുകൊണ്ട് നമുക്കൊരു പ്രയാസം ഉണ്ടാവുമ്പോൾ നമ്മൾ അറിയാതെ പറയും പണ്ടാറടക്കാം, ഇന്ന് നേരത്തെ പഞ്ചത്, ഹജ്ജിന് അപേക്ഷ കൊടുത്ത് നിൽക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ ഹജ്ജിന്റെ ഇതൊക്കെ റെഡിയായി ഹജ്ജിന്റെ ക്ലാസ്സും കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇപ്പൊ ഊണുകാണ്ട് കയ്യിന്റെ എല്ല് പൊണ്ടാൻ കട്ടൊരു നേരം. പണ്ടാറടങ്ങിന്ന് നമ്മള് സാധാരണഗതി ആൾക്കാർ പറയണ വാക്കാണ്. എല്ല് പൊട്ടിക്കാണ്ട് ഹജ്ജിന്റെ കാലത്ത് മര കാഷ്വാലിറ്റി കൊണ്ടുവരുമ്പോ പറയണ വാക്കാണ്. എത്താ മനെ കാട്ടുക, ഹജ്ജിന് പൈസ അടച്ച് ക്ലാസ്സും കൂടി കഴിഞ്ഞ് നിൽക്കുക. ഇജാതി പണ്ടാറടങ്ങൽ ഉണ്ടാവും നമ്മൾ വിചാരിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഇത് അള്ളാന്റെ വിധിയാണ്. ആ സമയത്ത് അങ്ങനെ പറയാതിരിക്കാൻ കഴിയാന്നുള്ളത് അവിടെയാണ് വിശ്വാസങ്ങൾ. നോക്കി, ക്ഷമിക്കാന്ന് പറഞ്ഞാൽ എന്താ അറിയോ, കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ഷമ ഉണ്ടാവും. ഒരു പ്രയാസം സംഭവിക്കുന്ന ഘട്ടത്തിലാണ് ക്ഷമിക്കേണ്ടത്. കുറച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാ, പടച്ചോന്റെ വിധിയല്ലേ, സഹിക്കന്നെ, മൂപ്പരിങ്ങനെ തരാ, നമ്മളിങ്ങനെ വാങ്ങാ, നമ്മൾ സൃഷ്ടി മൂപ്പര് ഉടമയല്ലേ, അതിനല്ലേ പറ്റുള്ളൂ. അൽഹംദുലില്ലാ. ആ അൽഹംദുലില്ലാ കൊണ്ട് കാര്യമല്ല, അത് ആദ്യം പറയണം, ഫസ്റ്റ് പറയണം. കാരണം ഒരു സ്ത്രീ ഖബറിന്റെ അടുത്ത് നിന്ന് കരയുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിംറഅത്തിൻ തബ്കി ഇൻദ ഖബറിൻ. ഒരു ഖബറിന്റെ അടുത്ത് ഒരു സ്ത്രീ ഇങ്ങനെ കരയണ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, എന്ത്, ഇത്തഖില്ലാഹ വസ്ബിരിനാൻ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോ ഇത് നബിയാണെന്നും ആ പെണ്ണിനെ അറിയില്ല. അതൊരു നാടൻ സ്ത്രീയായിരുന്നു. അനക്കായി നോക്കണം എന്നാ അറിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമ്മളെ നാട്ടിൽ പറയല്ലേ, അനക്കായി നോക്കണം എന്നാ കാണുന്നു എന്ന് പറഞ്ഞ മാതിരി. അപ്പൊ അത് അനക്ക് വരാത്തോണ്ട് എന്നുള്ള അർത്ഥത്തിൽ നബിനോട് അങ്ങനെ തന്നെ നബിനോട് പറഞ്ഞത്. അപ്പൊ എന്താ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയും ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞപ്പോഴാണ് വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് മനസ്സിലായത്. അങ്ങനെ തിരിച്ച് നബിന്റെ അടുത്ത് വന്നിട്ട് ആ സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്ത്രീ മാപ്പ് ചോദിക്കുന്നുണ്ട്, ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പോ ഞാൻ നബിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതിപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടിയുണ്ട്, ഒരു ഉപദേശമുണ്ട്. ഇന്നമ സ്വബ്റു ഇൻദ സ്വദ്മത്തിൽ ഊലാ. ആദ്യത്തെ ക്ഷമ എന്ന് പറഞ്ഞാല് അത് ഒരു മുസീബത്ത് ഉണ്ടാകുന്നതിന്റെ ഫസ്റ്റ് നിമിഷമാണ്. ആദ്യത്തെ നിമിഷത്തിലാണ് നമ്മൾ ക്ഷമ കൈവരിക്കേണ്ടത്. കുറച്ച് കഴിഞ്ഞാൽ ഏത് അണ്ടനും അടകോടനും ക്ഷമ ഉണ്ടാവും. കാരണം ഒരു പ്രയാസം ഉണ്ടായി, കുറച്ചു കഴിഞ്ഞാൽ പിന്നെന്തായി, അത് മനസ്സിലായി, ഇനിയിപ്പോ എന്താണ് അക്ഷമ കാണിച്ചിട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടുന്നതിന്റെ മുമ്പ് ക്ഷമ കാണിക്കണം. അതായത് അക്ഷമ കാണിക്കാതെ ക്ഷമ കാണിക്കണം. ഇതാ കുട്ടി മരിച്ചു, ആക്സിഡന്റ് ആയിക്കണ്, കുട്ടി മരിച്ചു. നിങ്ങൾ ആലോചിക്കുക, ഒരു കുട്ടിയല്ല, ഏട്ടനും അഞ്ചനും കൂടി ബൈക്കിൽ പോകുമ്പോൾ ആക്സിഡന്റ് ആയി, രണ്ടാളും മരിച്ചിക്കണെന്നാണ് ഫോൺ വരുമ്പോ. അപ്പൊ അൽഹംദുലില്ലാ അല്ലെങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ വയ്ക്കണമെങ്കിലേ അത് ഈമാനുള്ളവൻ എന്നെ പറയാൻ വയ്ക്കുള്ളൂ. അത് ഈമാനുള്ളവനെ പറയാൻ വയ്ക്കുള്ളൂ. അങ്ങനെ പറഞ്ഞാണ്ടല്ലോ, അങ്ങനെ പറഞ്ഞാ മേലെന്ന് മലക്കുകൾ അള്ളാഹ് ചോദിക്കുന്നതാണ്, എന്റെ അടിമയുടെ റൂഹി നീ എന്റെ അടിമക്ക് ഇഷ്ടപ്പെട്ട അവന്റെ മകന്റെ റൂഹി നീ പിടിച്ചെടുത്തു അല്ലേ എന്ന് മലക്കുകളോട് ചോദിക്കുന്ന. അപ്പൊ മലക്ക് പറയും, അതെ പിടിച്ചെടുത്തു. അപ്പൊ എന്താ, അവൻ എന്തു പറഞ്ഞു, അവൻ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന്. അവൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള ഇസ്തിർജാ ആണ് ചെല്ലിയെന്ന് പറയുമ്പോഴേ അവന്റെ പേരില് സ്വർഗത്തില് ഒരു ബൈത്തുൽ ഹംദ്, എന്താണ് ബൈത്തുൽ ഹംദ് ഉണ്ടാക്കാൻ, ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ആ വീടിന് പേരിടുന്നാണ്. അപ്പൊ അത് ആർക്കേ ഉള്ളൂ, ആ ഒരു ഉറ്റവരുടെ, അത് മകനാകണം എന്നില്ല സഹോദരങ്ങളെ, ഉറ്റ നമ്മുടെ കരളിന്റെ കഷ്ണത്തെ പറിച്ചെടുത്തു എന്ന് അള്ളാഹ് ചോദിച്ച് മലക്കിനോട്, നീ അവന്റെ കരളിന്റെ കഷ്ണത്തെയാണോ നീ പറിച്ചെടുത്തതെന്നാ. അപ്പൊ അങ്ങനെ നമ്മുടെ കരൾ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പിതാവിനെയോ മാതാവിനെയോ മക്കളെയുടെയോ മരണവാർത്ത, വേർപാട്, പെട്ടെന്നുള്ള വിയോഗം കേൾക്കുമ്പോഴേ അത് ചെല്ലാൻ കഴിഞ്ഞാൽ സ്വർഗത്തിലൊരു വീടനുണ്ടാവും. അത്രയും പ്രതിഫലമുള്ള കാര്യമാണ്. ആ നേരത്ത് പണ്ടാറടങ്ങാൻ ഞാൻ വണ്ടി എടുത്ത് പോണ്ടാന്ന് അപ്പളേ പറഞ്ഞതാ, കഴിഞ്ഞു സഹോദരങ്ങളെ, അതിനുള്ള ചാൻസ് പോയി. അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള ചാൻസ് പോയി. ഞാൻ അപ്പളേ വണ്ടി എടുത്ത് പോയപ്പോഴേ പറഞ്ഞാണത് പണ്ടാറടങ്ങുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ പറയാൻ കഴിയത് അത് ഈമാനുള്ള മനസ്സിനെ കഴിയുള്ളൂ, നിസ്കരിക്കണ ആക്കേ കഴിയുള്ളൂ, അള്ളാനെ മാത്രം വിളിക്കണോനെ കഴിയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് കൃത്യമാണ്. വിശ്വാസിയുടെ എല്ലാ കാര്യവും അത്ഭുതമാണ്, അവൻ എല്ലാത്തിലും ഖൈറാണ്. മുള്ളു തറച്ചാൽ പോലും വിശ്വാസിക്ക് ഖൈറാണ്. ഇപ്പൊ പലപ്പോഴും നമ്മളെ കാലൊക്കെ പല സ്ഥലത്തും വെച്ച് കുത്തും. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും സ്പീഡിൽ നടക്കുമ്പോഴൊക്കെ എന്താ, പലപ്പോഴും ആ മുട്ടിന്റെ താഴത്തൊക്കെ കുത്തിയാൽ നല്ല വേദന ഉണ്ടാവും. ആ സമയത്ത് പണ്ടാറടക്കണം എന്ന് പറഞ്ഞതിന് പകരം അൽഹംദുലില്ലാ എന്ന് പറയാൻ ശീലിച്ചു നോക്കി. ആദ്യമൊന്നും പറയാൻ കിട്ടൂല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ശീലായി വരും. ആ വേദന ഉണ്ടാവില്ല, നമുക്ക് ആ വേദന ഇല്ലാത്ത പോലെ തോന്നും. ഒക്കെ സത്യമാണ്. കാരണം ഇത് പ്രയോഗിച്ച് മനസ്സിലാവുമ്പോഴാണ് നമുക്കിത് ബോധ്യപ്പെടുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതില്
വിലപിക്കുന്ന ആളുകൾ, ശപിക്കുന്ന ആളുകൾ, ഇതൊക്കെ അവർക്കൊക്കെ എന്താ അറിയോ, അവർക്കൊന്ന് ഭാവിയെ പറ്റി അറിയാത്തോണ്ടാണ്. നമ്മൾ ഖദറിൽ എന്താണ് രേഖപ്പെടുത്തിയെന്ന് നമുക്കറിയില്ലല്ലോ, അത് അള്ളാഹ്ക്കറിയാം. നമുക്ക് നമ്മളെ റബ്ബിനെ പറ്റി, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ റബ്ബിനെ പറ്റി നമുക്കറിയാം. എൻ്റെ റബ്ബ് എന്തായാലും എനിക്കൊരു ഖൈറേ അതിൽ വെച്ചിട്ടുണ്ടാവുള്ളൂ. ആ ഒരു പോസിറ്റീവ്, ഒരു ഹുസ്നു വന്ന് ബില്ലാ, അള്ളാഹുവിനെ പറ്റിയുള്ള നല്ലൊരു വിചാരം, എന്റെ റബ്ബിച്ച് നല്ലതേ ചെയ്യുള്ളൂ. അത് മകൻ മരിച്ചാലും, പെര കത്തിയാലും, വണ്ടി ആക്സിഡന്റ് ആയി ഫുള്ള് പൊളിഞ്ഞു പോയാലും, എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും എന്റെ റബ്ബ് എനിക്കൊരു ഖൈറേ അതിൽ വെക്കുള്ളൂ എന്ന് റബ്ബിനെ പറ്റി ഒരു സൽ വിചാരമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വായിന്ന് ഒരിക്കലും ഒരു ശാപവാക്ക് വരൂല സഹോദരങ്ങളെ. അതുകൊണ്ടാണ്, കാരണം കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൽ ലക്കും വഅസാ അൻ തുക്രിഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് ചിലപ്പോൾ അതിൽ ഇഷ്ടം ഉണ്ടാവില്ല, അതിൽ ഒരു പ്രയാസം അള്ളാഹു വെച്ചിട്ടുണ്ടാവും. നമ്മൾ വെറുക്കുന്ന ഒരു കാര്യത്തിൽ അള്ളാഹു ചിലപ്പം നമുക്കൊരു ഹൈറ് വെച്ചിട്ടുണ്ടാവും. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ആ അള്ളാഹിനെ പറ്റി നല്ലൊരു ബോധമുള്ളവന് ആ ഒരു നല്ല വിചാരം ആ കാര്യത്തിൽ ഉണ്ടാകും. ഇങ്ങനത്തെ ശാപവാക്കുകളോ പ്രയാസപ്പെടുത്തുന്ന വർത്തമാനങ്ങളോ ഉണ്ടാവില്ല. പിന്നെ ചെറിയ ചെറിയ അസുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, ഇനി അതല്ല അസുഖങ്ങൾ, വലിയ പ്രയാസങ്ങളെല്ലാം തന്നെ അതൊക്കെ വിശ്വാസിക്കെന്താണ്, ചില പരീക്ഷണങ്ങളാണ്. എന്താണ്, അതേപോലെ തന്നെ ചില ഓർമ്മപ്പെടുത്തലുകളാണ്. ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ പശ്ചാത്തപിച്ച് മടങ്ങി ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് നല്ല ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു അവസരമായിരിക്കാം ഒരു അസുഖത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത്. അതുപോലെ ഇനി അതിൽ പ്രയാസമുള്ള ആളുകളുണ്ട്, പഴയ പോലെ നിസ്കരിക്കാൻ പറ്റില്ല, പഴയ പോലെ പള്ളി ജമാഅത്തിന് പോകാൻ പറ്റില്ല. സഹോദരങ്ങളെ, അള്ളാന്റെ റസൂല് വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ആർക്കെങ്കിലും യാത്ര മൂലമോ അസുഖം മൂലമോ എന്തെങ്കിലും ഇബാദത്തുകൾക്ക് മുടക്കം സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ നാട്ടില് ആരോഗ്യമുള്ള അവസ്ഥയില് നാട്ടിൽ സ്ഥിരതാമസക്കാരനായി ഉണ്ടായ സന്ദർഭത്തില് അയാൾ ചെയ്ത ഇബാദത്തിന് തുല്യമായ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുമെന്നാണ്. ആൾക്കാരെ വീട്ടിൽ പോയി നമ്മള് അസുഖമായ ആളുകളെ വീട്ടിൽ പോയി സന്ദർശിക്കുമ്പോൾ ആളുകൾ ചിലപ്പോൾ പറയുന്നത് ആകെ ഒരു വിഷമേ ഉള്ളൂ, ആ ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ കരച്ചിൽ വരും, ഞാൻ ഓരോ വക്തിനും പള്ളി പോയി നാളാണല്ലോ ഇക്ക് പോകാൻ പറ്റില്ലല്ലോ എന്ന് ആൾക്കാർ പറഞ്ഞ് സങ്കടപ്പെടാറുണ്ട്. എന്തിന് സങ്കടപ്പെടണം സഹോദരങ്ങളെ? പള്ളിയിൽ പോകാതെ വീട്ടിൽ കടന്ന് നിസ്കരിച്ചാൽ ആ പോണ കൂലി കിട്ടുന്ന ആർക്ക്? ആരോഗ്യമുള്ള സമയത്ത് പോയ ആളുകൾക്ക്, നാട്ടിലുണ്ടായ സമയത്ത് നാട്ടിലെ പള്ളിയിൽ പോയ ആളുകൾക്ക് അത് കിട്ടുള്ളൂ. അതുകൊണ്ട് നാട്ടിലുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത്, രോഗിയാകുന്നതിന് മുമ്പ് രോഗം ഒരുപക്ഷെ കിഡ്നി ഡയാലിസിസ് പോലെ, ക്യാൻസർ പോലെ തിരിച്ചുപോക്കില്ലാത്ത അസുഖമായിരിക്കാം. ഒരുപക്ഷെ വീണ്ടും ഇതേപോലെ പള്ളിയിൽ പോകാൻ ഒരു ഭാഗ്യം കിട്ടിക്കോണമെന്നില്ല. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ സഹോദരങ്ങളെ ഒരു ശീലമാക്കി എടുക്കുക. എന്നാൽ ആ ശീലത്തിന്റെ പേരിലെങ്കിലും അസുഖമുണ്ടാകുമ്പോൾ പോകാഞ്ഞാലും പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. അതുകൊണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എത്ര കടുത്ത പരീക്ഷണമാണെങ്കിലും മരണം ആഗ്രഹിക്കരുതെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ട് കിടക്കുന്നത് കാണാൻ വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിട്ടുണ്ട്, മരണം ആഗ്രഹിക്കുന്ന രൂപത്തിൽ സംസാരിച്ചപ്പോൾ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഉപദേശിച്ചിട്ടുണ്ട്. കാരണം കുറച്ചും കൂടി സമയം കിട്ടിയാൽ സഹോദരങ്ങളെ തൗബ ചെയ്യാം, ഇബാദത്ത് കഴിയുന്ന പോലെ വർദ്ധിപ്പിക്കാം, ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്തപിക്കാം, വസിയത്ത് എഴുതാം, എല്ലാ കാര്യങ്ങളും ഒരു മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാനുള്ള ഒരു സമയമായിട്ട് അതിനെ കാണുക. അതിൽ കൂടുതൽ അനിഷ്ടം ആഗ്രഹിക്കരുത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പലപ്പോഴും ആളുകളെ ആശുപത്രിയിൽ പോയി കാണുമ്പോൾ ആളുകൾ ഇതാ TV കണ്ടുകൊണ്ട്, ടിവിയിലെ പാട്ടും അതേപോലത്തെ ചാനലുകളൊക്കെ കണ്ടുകൊണ്ട് സമയം തള്ളി നീക്കുന്നതായി കാണാം. ഒരിക്കലും പാടില്ല സഹോദരങ്ങളെ. റബ്ബിലേക്ക് മടങ്ങേണ്ട, റബ്ബിനെ പറ്റി കൂടുതൽ ഓർക്കേണ്ട സന്ദർഭമാണ് അസുഖം എന്നുള്ളത്. അതുകൊണ്ട് റബ്ബെ അസുഖം വരുന്ന സന്ദർഭങ്ങളിൽ കൂടുതൽ ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, ഖുർആൻ കൂടുതൽ പാരായണം ചെയ്തുകൊണ്ട്, ഇതാ അള്ളാഹുവിനെ പറ്റിയുള്ളൊരു നല്ല വിചാരത്തോടുകൂടി അതിൽ ക്ഷമിച്ചിരിക്കാൻ കഴിയാന്നുള്ളതാണ്. അതുകൊണ്ട് സന്ദർശിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടത്, അനാവശ്യമായ ഏഷണി പരദൂഷണങ്ങളൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്താണ് പള്ളിയിൽ മൂപ്പരില്ലാത്ത സമയത്ത് പള്ളിയിലുണ്ടായ കാര്യങ്ങളും അങ്ങനത്തെ ഏഷണികളും പരദൂഷണങ്ങളും കളവുകളും പറഞ്ഞ് സഹോദരങ്ങളെ ആ ഒരു സന്ദർഭത്തെ അങ്ങനത്തെ ആളുകൾക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരങ്ങളെ നശിപ്പിക്കരുത് എന്നാണ് സന്ദർശിക്കാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ മേലുള്ള ഒരു ബാധ്യതയാണ്. തന്റെ സഹോദരന് രോഗിയായി കഴിഞ്ഞാൽ അവനെ സന്ദർശിക്കുക എന്നുള്ളതും അവന്റെ
അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, ക്ഷമയുമായി ബന്ധപ്പെട്ട് അപസ്മാരമുണ്ടായിരുന്ന ഒരു കറുത്ത സ്ത്രീയെ പറ്റി ഹദീസിൽ കാണാം. ആ സ്ത്രീയുടെ പേര് പോലും ഹദീസിലില്ല. ഒരു കറുത്ത സ്ത്രീ, അവർക്ക് ഇടക്കിടക്ക് അപസ്മാരമുണ്ടായിട്ട് അവര് നിലത്ത് കിടന്ന് ഉരുളുകയും അതേപോലെ ചില സമയങ്ങളിൽ ഹൗറത്ത് വെളിപ്പെടുകയും ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിട്ട് അവർ നബിയോട് എന്റെ അസുഖം മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾക്ക് ആ അസുഖം മാറുകയാണോ വേണ്ടത്? അതല്ല, നിങ്ങൾ അതിൽ ക്ഷമിക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഖൈർ എന്നാണ്. ആ അസുഖത്തിൽ ആ മാറുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈർ ആ അസുഖത്തിൽ നിങ്ങൾ ക്ഷമിക്കുന്നതായിരിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ഷമിച്ചു കൊള്ളാം നബിയെ, പക്ഷേ എന്റെ ഔറത്ത് വെളിപ്പെടുന്നത് അതെങ്കിലും മാറ്റിത്തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ്. അങ്ങനെയാണ് ആ സ്ത്രീ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ഫുൾ ടൈം എപ്പോ ആര് വന്ന് സന്ദർശിച്ചാലും ചോദിച്ചാലും എങ്ങനെയുണ്ട്, അൽഹംദുലില്ലാ. അല്ലാതെ എന്താ പറയാനാ, ഓരോങ്ങനെ ആയിപ്പോയില്ലേ, നമ്മളിങ്ങനെ കിടക്കന്നെ എന്നുള്ള രൂപത്തിൽ നന്ദികേട് പറയാതെ ആര് എപ്പ ചോദിച്ചാലും അൽഹംദുലില്ലാ. മുമ്പ് ഞാൻ രോഗിയെ സന്ദർശിക്കാൻ പോയപ്പോൾ അയാൾ സുന്നത്ത് നോമ്പെടുക്കുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പെടുക്കുന്ന ഒരു അറബിയെ സന്ദർശിച്ചു അസുഖമായപ്പോ. അപ്പൊ അയാൾ പറഞ്ഞെന്താ വെച്ചാല്, അയാള് അസുഖമായപ്പോൾ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി സുന്നത്ത് നോമ്പെടുക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. എന്ത് ചോദിച്ചാലും അയാൾ ചിരിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയും. ആ ഒരു ദറജയിലേക്ക് സഹോദരങ്ങളെ ഒരു രോഗിയാണ് സന്ദർഭത്തിൽ നമുക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ്. ഈ അറിവെല്ലാം ഈ വിശ്വാസമെല്ലാം നമുക്ക് തരേണ്ടത്, നൽകേണ്ടത് അതാണ്. പ്രത്യേകിച്ച് അസുഖമാവുമ്പോൾ ദേഷ്യപ്പെടുന്ന ആണുങ്ങളെ കാണാം. പലപ്പോഴും കുറച്ച് വയസ്സായ ഒരു 60 വയസ്സൊക്കെ പ്രായമായ ആണുങ്ങളെ കാണാം. അത് കുറച്ച് നിത്യരോഗിയായ, പ്രത്യേകിച്ച് ഞാൻ കണ്ടത് ശ്വാസം മുട്ടലുള്ള ആളുകൾ, അതേപോലെ തന്നെ കിഡ്നി സംബന്ധമായ ആളുകൾ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും. അവരെ കൂടെ നിൽക്കുന്ന, അവരെ പരിചരിക്കുന്ന സ്ത്രീകളെ നമ്മൾ എത്ര അഭിനന്ദിച്ച് അവർക്കുള്ള പ്രതിഫലം അത് അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം അത്ര ദേഷ്യത്തോടെ ഈ ആൾക്കാർ പെരുമാറുക. ഒരു സാധനം എടുക്കാൻ പറഞ്ഞാൽ ഇപ്പൊ അയാൾ ചുമച്ച് നിൽക്കുകയാണെങ്കിൽ ആ പാത്രം ഞാൻ കുറച്ചേ കണ്ടില്ലേ, ഇങ്ങനെ ഒരു അസുഖമായി നമ്മൾ കബർക്ക് കാലിട്ട് നിൽക്കുകയാണെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവില്ലാത്ത ആൾക്കാർ. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ റബ്ബിലേക്ക് ഖേദിച്ച് വിനയപ്പെട്ട് ഇതാ സ്വഭാവത്തിൽ മാറ്റം വന്ന് ആളുകളോടൊക്കെ പൊരുത്തപ്പെടിക്കേണ്ട ഒരു സമയത്ത് പോലും ദേഷ്യപ്പെട്ട് ആളുകളെ വെറുപ്പിക്കുമ്പോൾ നോക്കിയാ കൂടെ നിൽക്കുന്ന മരുക്കൾക്കൊക്കെ, മക്കള് പോട്ടെ, മക്കള് ബാപ്പയെ വിചാരിച്ച് ക്ഷമിക്കും, മരുക്കൾ എങ്ങനെ ക്ഷമിക്കാനാ സഹോദരങ്ങളെ? മരുമക്കൾക്ക് എന്ത് ബന്ധമാണ് നിങ്ങളായിട്ടുള്ളത്? മകന്റെ ഭാര്യയാണ് എന്നല്ലാതെ വേറെ എന്ത് ബന്ധമാണുള്ളത്? അവർക്ക് സഹിക്കാൻ കഴിയില്ല. ഓല മനസ്സിന്റെ ഒരു കോണിൽ അത് ഉണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങൾ കഴിവിനതും ഞാൻ പറഞ്ഞ ചെന്നിയാവുമ്പോഴുള്ളതല്ല, ചന്നി വരുന്നതിന്റെ മുമ്പ് ഇത്തരത്തില് രോഗം വരുമ്പോഴുള്ള ഒരു ദേഷ്യപ്പെടല്, ആ ആളുകളോട് ചിരിച്ച് സ്വഭാവപ്പെടാൻ, അങ്ങനെ പെരുമാറാൻ ശീലിക്കണം. ഈ ദേഷ്യപ്പെടുന്നത് പറയുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാല്, ഒരാൾ നബിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ സ്വർഗത്ത് പോകാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, ഷോർട്ട് കട്ട് എന്താ? ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത്. അപ്പൊ എന്താ ദേഷ്യപ്പെടുന്നത്? അപ്പൊ അതൊരു ഉപദേശമാണോ ദേഷ്യപ്പെടുന്നത്? അപ്പൊ പിന്നെയും ചോദിക്കും, അതല്ല വേറെ ഉപദേശം, സ്വർഗത്തിൽ പോകാനുള്ള ലാ തഗ്ളബ്. അങ്ങനെ ഇപ്പൊ ചൂടാവോളം പറഞ്ഞ മൂന്നാമത്തെ വട്ടം പറയുമ്പോ ഒരാളോട് പിന്നെ തന്നെ പറയുമ്പോ അപ്പൊ ഓൻ ചൂടനാണ്. അതുകൊണ്ടാണ് ഓനോട് പറഞ്ഞേ. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേഷ്യപ്പെടുന്നത് പറയുമ്പോൾ ഈ ദേഷ്യം എന്ന് പറഞ്ഞ സാധനമാണ് വന്നു പോണ സാധനമാണ്. അത് നമുക്ക് പിടിച്ചാൽ കിട്ടൂല അധികം. അപ്പൊ നടക്കണ കാര്യം എന്താ ചോദിച്ചാൽ അത് നമ്മൾ ശീലിക്കണം. നമസ്കാരം പോലെ, നോമ്പ് പോലെ നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചാലേ. അതിൽ 1-2 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒരു ടിപ്പ് എന്താ വെച്ചാല്, ഇമാം നാസറുദ്ദീൻ സഅദി, നിങ്ങൾ കേട്ടിട്ടുള്ള ആരെങ്കിലും, തഫ്സീറു സഅദി എന്ന് പറഞ്ഞ തഫ്സീർ എഴുതിയ ആളാണ്. അദ്ദേഹം ദേഷ്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു സന്ദർഭത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും നോക്കിയാൽ മതി, നമ്മൾ ദേഷ്യപ്പെട്ട് ചൂടാകുന്നത് എപ്പോഴും നമ്മളെക്കാൾ താഴേക്കിടയിലുള്ളവരോടേക്കാണ്. നമ്മളെക്കാൾ ദർജയിൽ മേലെയുള്ള നമ്മളുടെ മേലുദ്യോഗസ്ഥനോ, ഇവിടുത്തെ കാര്യപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റോ, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളിപ്പോ ഒരു മൗലവി തന്നെ, നമ്മൾ പണ്ഡിതനെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളൊരു പണ്ഡിതനോ, അങ്ങനത്തെ ആളുകൾ. ഇപ്പൊ നമ്മളിങ്ങനെ വണ്ടിയിട്ട് പോവാണ്, നമ്മളെ ബാക്കിൽ ഒരു ഓട്ടോറിക്ഷ വന്നാണ് ചാമ്പി, നമ്മളെന്താ ചെയ്യാ? നേരെ ഇറങ്ങിയിട്ട് തൊള്ളി കിട്ടണോക്കാൻ പറയും. കാരണം നമ്മളെ കുറ്റല്ല, ഓൻ ചാമ്പിയതാണ്. നേരെ മറിച്ച് ഇപ്പൊ നമ്മള് സ്നേഹിക്കുന്ന ഒരു പണ്ഡിതന്റെ വണ്ടിയോ, നമ്മളെ മുനിസിപ്പൽ ചെയർമാന്റെ വണ്ടിയോ, നമ്മളെ MLA വണ്ടിയാണെങ്കിൽ ആ സാർ കുഴപ്പമില്ല സാർ, ഞാൻ നന്നായിക്കോട്ടെ സാർ, സാർ നിങ്ങൾ പോയിക്കോളി സാർ. എന്താ? അപ്പൊ ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരനോട് ചൂടാകാനും MLA നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് ചിരിച്ച് പറയാനുള്ള കാരണം എന്താ? ഇവ ഓട്ടോറിക്ഷക്കാരനായി എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്യന്തികമായി നമ്മുടെ ദേഷ്യം എന്നുള്ളത് കിബറാണ്.
നമ്മൾ ദേഷ്യപ്പെടുന്നത്. അപ്പൊ കിബിർ ദേഷ്യപ്പെടുന്നത് കിബിർ കൊണ്ടാണ്. അതല്ല, നമ്മൾ ശരിക്കും ചൂടനാണ്. MLA-നോട് നമ്മൾ ചൂടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ചൂടനാണ്. അത് ശരിയാ. നേരെ മറിച്ച് MLA-നോട് നമുക്ക് വേറെ വർത്താനം, ഓട്ടോറിക്ഷക്കാരനോട് വേറെ വർത്താനം ആണെങ്കിൽ നമ്മളെ കിബിറാണ്. അപ്പൊ അത് ഭയപ്പെടണം. കിബിർ കൊണ്ടാണ് ദേഷ്യം എന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട വിഷയമാണ്. അപ്പൊ സഹോദരങ്ങളെ, പിന്നെന്ന് പറഞ്ഞത് ഒരാളോട് പറയുന്നുണ്ട്, ഭയങ്കര ദേഷ്യക്കാരനോട് പറയുന്നുണ്ട്, ദേഷ്യം വരുമ്പോ എന്ത് ചെയ്യാച്ചാല് ചുമരുമ്പോ നല്ല ഒരു 2 ആണി കൊടുത്തിട്ടുണ്ട്, ഒരു പട്ടികമ്മ 4 ആണി അടിച്ചിട്ടുണ്ട്. ആ പട്ടിക കഷ്ണത്തെ ആണി അടിച്ചിട്ട് ആ ചുമരുമ്പോ അങ്ങനെ മാന്തുക ദേഷ്യം വരുമ്പോ. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് മൊത്തം എത്ര ചുമര് കേടായിക്കണമെന്ന് നോക്കുക. അപ്പൊ ഒരു കാര്യം മനസ്സിലാവും, ഒന്ന് ചുമര് കേടായി നമ്മൾ എത്ര ദേഷ്യപ്പെട്ടുണ്ടെന്ന് മനസ്സിലാവും. രണ്ടാമത് അതേമാതിരിയാണ് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ഇടപഴകിയ ആളുകൾക്ക് നമ്മൾ ഏൽപ്പിച്ച മുറിവ്. ഒരിക്കലും നമ്മൾ രാത്രി ഇങ്ങനെ ഭയങ്കര നിസ്കരിച്ച് 2 മണിക്ക് തുടങ്ങി സുബയാൻ കൊടുക്കോളം നിസ്കരിച്ച ആളാണ്, നമ്മൾ ഭയങ്കര താടിക്കാരനാണ്, നമ്മൾ എല്ലാ നോമ്പും നോൽക്കുന്ന ആളാണെങ്കിലും ആൾക്കാർക്ക് നമ്മളേക്കൊന്ന് കിട്ടുന്നത് നമ്മൾ ഓലേറ്റ് വർത്താനം പറയുമ്പോഴുള്ള ഡീലിങ്സ് ആണ്. ആ ഡീലിങ്സ് മോശമാണെങ്കിൽ നമ്മൾ എത്ര വലിയ നിസ്കാരം നിസ്കരിച്ചിട്ടും കാര്യമല്ല. ആ മൊരടൻ അയാളത്ത് സലഫിയാണ്, കുൽഫിയാണ് അയാളെന്ന് പറയാം. എന്തുകൊണ്ടാ? നമ്മളെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാല് ദേഷ്യം. അപ്പൊ ഒരു അസുഖം വന്നിട്ടും ആ ചൂടിന്റെ ഒരു മാറ്റമില്ല എന്ന് പറയുമ്പോ അയാളെ സ്വഭാവം എന്താണ്? അപ്പൊ അത് വളരെ ഗൗരവ. അസുഖം വരുമ്പോൾ നല്ല സ്വഭാവം ആകണമെങ്കിൽ എന്താ വെച്ചാല് അത് ആദ്യമേ ശീലിക്കണം. അതുകൊണ്ടാണ് ഈ അഡിക്ഷൻ പറഞ്ഞ സ്ഥലത്ത് കാണാം, എന്ത് 3 ആളുകളെ നേരെ അള്ളാഹു സംസാരിക്കുകയില്ല, നോക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. വൃദ്ധനായ വ്യഭിചാരി, കളവ് പറയുന്ന രാജാവ്, മലിക്കുൻ കദ്ദാബുൻ. എന്താ കാരണം? എന്താ? ഒരു രാജാവിന് ആരും പേടിച്ചേണ്ട ആവശ്യമല്ല. ഓനിപ്പോ സത്യം പറഞ്ഞൂടെ? എന്നിട്ടും ഓൻ നോണ പറയണ്ട പറഞ്ഞാൽ എന്താ അറിയോ? ഓൻ ചെറുപ്പത്തിലേ നോണ അറിഞ്ഞ് ശീലിച്ച, അത് ഓന് മാറ്റാൻ കഴിയൂല. വൃദ്ധനായ വ്യഭിചാരി എപ്പോഴും വൃദ്ധനാവുമ്പോഴാണ് എന്തുണ്ടാകുക? ഒരു മാറ്റൊക്കെ വന്ന് പള്ളിയേക്ക് പോയതൊക്കെ ഒന്ന് നിർത്തുക. അപ്പോഴും വ്യഭിചരിച്ച് നടക്കാറിയുമ്പോ എന്താ അറിയോ? ആഗ്രഹമുണ്ട്, പക്ഷെ മാറാൻ കഴിയണില്ല. അയാൾ അടിമപ്പെട്ടു പോയി, ശീലിച്ചു പോയി. അപ്പൊ ശീലിച്ച ദുസ്വഭാവങ്ങൾ കൊണ്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് പൊതുവെ ദേഷ്യക്കാരനാണെങ്കിൽ അസുഖം വരുമ്പോൾ കൂടുക ചെയ്യാം. അപ്പൊ അത് ചെറുപ്പത്തിലെ നല്ല കാലത്തെ അത് മാറ്റിയെടുത്താലേ വയസ്സാവുമ്പോൾ ഈ അസുഖം വരുമ്പോൾ ഒരു നല്ല സ്വഭാവം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോഴായിട്ടൊരു നല്ല സ്വഭാവം വരൂല. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. കാരണം ആ സമയത്ത് നമ്മൾ ആൾക്കാരെ വെറുപ്പിച്ചിട്ട് എങ്ങോട്ടാണ് നമ്മൾ പോണത്? പിന്നെ ഖുർആനാണ്, ഞാൻ ദിക്റാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ദിക്ർ ഖുർആനാണ്. ഇവിടെ പല ആളുകളും ഇപ്പൊ പല ചികിത്സയുണ്ട്. മ്യൂസിക് തെറാപ്പി ഉണ്ട്, തെറാപ്പി ഉണ്ട് ഇപ്പോ. അത് പല ഹോസ്പിറ്റലിലും കാണാം. ICUലൊക്കെ ഇങ്ങനെ പാടുക, ഭയങ്കര കൊട്ടുള്ള പാട്ടിട്ട് കണ്ട് ബോധമില്ലാത്ത ആൾക്കാരെ ജീവൻ വെക്കുന്ന പറയണേ. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഞാനൊരു ഹോസ്പിറ്റലിന്റെ ICU പോയപ്പോൾ അവിടെ 2 ബോധമില്ലാത്ത ആൾക്കാർ, ചെറുപ്പക്കാർ ആക്സിഡന്റ് ആയി കിടക്കുക. അവിടെ ചെന്നാൽ തമിഴ്നാട്ടിൽ ബസ് ഇറങ്ങിയ മാതിരിയാ, അമ്മാരി പാണ്ടിപ്പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടുത്തെ സിസ്റ്ററോട് ചോദിച്ചു, അല്ല ഇതെന്താ സംഭവം? അപ്പൊ ഇത് മ്യൂസിക് തെറാപ്പിയാണ്. ഈ ബോധമില്ലാത്തവർക്ക് ബോധം കിട്ടും മ്യൂസിക് തെറാപ്പി എടുത്താല്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് മുഹമ്മദ് നജീബും മുഹമ്മദ് ഇർഷാദും ആണല്ലോ കിടക്കണേ, ഓനെങ്ങനെ ഈ പാണ്ടിപ്പാട്ട് കൊണ്ട് ബോധം ഉണ്ടാന്ന് വെച്ചു. അപ്പൊ എന്താ പറഞ്ഞാരോ? ഞാൻ വിചാരിച്ചു, ഞാൻ എന്നിട്ട് ഡോക്ടറോട് പോയി ചോദിച്ചു, ഈ 2 ആൾക്കാരും വേണ്ട മുഹമ്മദീങ്ങളാണ്, ഇവർക്ക് ഇങ്ങനെ പാണ്ടിപ്പാട്ട് ഇട്ട് കൊടുക്കണം വെച്ചപ്പോഴേ അത് 2 ഓല ഫോണിലുള്ള പാട്ടാണ്. അപ്പൊ സഹോദരങ്ങളെ, എന്തെങ്കിലും ICUലൊക്കെ അബോധാവസ്ഥയിൽ പണ്ട് എറണാകുളത്തോ തിരുവനന്തപുരത്തൊക്കെ ആക്സിഡന്റ് ആയിട്ട് ICU കിടന്നാല് അവിടെ വല്ല നമ്മളെ ഫോണെന്നുള്ള പാട്ടൊക്കെ ഇട്ടെന്നാലേ ഇജാതി പാട്ടൊക്കെ ആയിട്ട് നടന്നാൽ മരിച്ചാൽ നേരത്തും കൂടി നല്ലൊരു കെലിമ കേൾക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ജീവിക്കുമ്പോ നന്നായി ജീവിച്ചാലേ നന്നായിട്ട് മരിക്കാൻ പോയിക്കുള്ളൂ. ഈ ജാതി പാട്ടും കേട്ട് നടന്നാൽ മരിച്ചുമ്പോൾ ആ പാട്ട് കേൾക്കേണ്ടി വരും. വളരെ ഗൗരവമുള്ള വിഷയം. അപ്പൊ മരിക്കുമ്പോ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരു മരണത്തിന്റെ മുന്നൊരുക്കണം. അതുകൊണ്ടല്ലേ നമുക്ക് അസുഖം പേടി. അപ്പൊ അപ്പോഴൊന്നും നന്നാകുക, അപ്പോഴെങ്കിലും നന്നാകുക. ആ TV ഒക്കെ ഒന്ന് മാറ്റി ഫുൾ ടൈം ന്യൂസും കണ്ട് പറഞ്ഞാൽ എന്താ പറയോ? ന്യൂസ് കാണുകയാണെന്നാ പറയാം. ന്യൂസ് കാണുക കേട്ടാ തോന്നും ഖബറിൽ ആദ്യം ചോദിച്ചാൽ ഏഷ്യാനെറ്റിൽ ഇപ്പൊ അവസാനം എന്താ പറഞ്ഞതെന്നാ ചോദിക്കാം. മരിച്ചോട് ചെന്നാ ഫസ്റ്റ് ചോദിക്കുക ഏഷ്യാനെറ്റിൽ ഇപ്പൊ ലാസ്റ്റ് എന്താ പറഞ്ഞത്. ഇവര് ന്യൂസ് കാണണ്ടാല് എന്നിട്ട് ഈ പെണ്ണിനെ തൊള്ളിക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അതിന് പറ്റിയ കുറെ എണ്ണ ലിപ്സ്റ്റിക്കും വന്നിട്ട് ഇങ്ങനെ ന്യൂസ് വരാം. അതിപ്പോ മീഡിയ 1 ആണെങ്കിലും കണക്കാൻ, അതിന്റെ മേലെ ഒരു കോട്ട് ഉണ്ടാവുന്നുള്ളൂ. ഇപ്പൊ സഹോദരങ്ങളെ, അജാതി സാധനം ഈ നേരത്തെങ്കിലും അസുഖം വരുമ്പോഴും അത് തൊള്ളിക്ക് നോക്കിക്കുക. അത് മാറ്റി വെച്ചിട്ട് കുറച്ച് ഖുർആനൊക്കെ കേട്ട്, ഞാൻ പറഞ്ഞേ ഈ മരിച്ചാ നേരത്ത് ഖുർആൻ കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കൂല. കാരണം വെച്ചാൽ ജീവിക്കുമ്പോ ഖുർആൻ കേട്ട് ആസ്വദിക്കാൻ പറ്റാത്ത മരിച്ചുമ്പോ ഖുർആൻ കേൾക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ഖുർആൻ കേട്ടാൽ ആസ്വദിക്കുന്ന ഒരു മനസ്സെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. എന്നാ കുറച്ച് രണ്ടല്ലാത്ത നേരത്തെ മക്കൾ ഇത് ഇട്ടെന്നാല് അത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയെങ്കിലും ഇപ്പൊ ഉണ്ടാക്കിയെടുത്താലേ അപ്പൊ ഉണ്ടാവുള്ളൂ.
അതുകൊണ്ട് ഇത് ഗൗരവമുള്ള വിഷയം. കാരണം എന്താ ഇതാണ് കഴിഞ്ഞാൽ ഇത് വേറൊരു ലോകാണ്. പിന്നെ ആരുമില്ല ഇവിടെ. ഇപ്പൊ എന്ത് അസുഖം ഉണ്ടായി, എന്ത് പ്രയാസം ഉണ്ടായാലും ഇപ്പൊ അസുഖമാണെങ്കിൽ പിരിപ്പിച്ചുകാണ്ട് നമുക്ക് മണിപ്പാല് കൊണ്ടുവന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് നമ്മൾ താടിയുള്ള ആൾക്കാർ പിരിപ്പിച്ചാൽ മണിപ്പാല് കൊണ്ടുപോകാൻ പൈസ ഒക്കെ ഇവിടെ കിട്ടുപ്പോ. നിങ്ങളെ മണിപ്പാല് കൊണ്ട് ചികിത്സിച്ച് അസുഖം മാറ്റാൻ നമ്മളൊക്കെ കഴിയും. പക്ഷെ ഉണ്ടല്ലോ നാളെ മഹ്ശറിലെ ആ കിതാബില് ഏടില് സാധനമല്ല, നന്മകളില്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്കും സഹായിക്കാൻ കഴിയില്ല. ഒരു ഫൈൻ അടച്ച് രക്ഷപ്പെടാനോ എന്തെങ്കിലും ദണ്ഡം കൊടുത്ത് രക്ഷപ്പെടാനോ ആരെങ്കിലും കർമ്മങ്ങൾ സ്വീകരിക്കാനോ ഒരു നിലക്കുള്ള അഡ്ജസ്റ്റ് നടക്കില്ല. ഇവിടെ ഇപ്പൊ ഹൈക്കോടതി ഇല്ലെങ്കിൽ സുപ്രീം കോടതി പോവാ, കപിൽ സിബലിനെ വെച്ച് ജാമ്യം കിട്ടും, പൈസ ഉണ്ടായാൽ മതി. ആദ്യ കേസിൽ 1 കോടിയാണ് ചെലവായത്. അള്ളാന്റെ കോടതിയിൽ ഒരു കപിൽ സിബലും ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ഡേഞ്ചറസ് ആണ്. ഇവിടുന്നാണ് വിട്ടാ കഴിഞ്ഞു. നിങ്ങൾ നോക്കി ആ സൂറത്തു സുമറിലൊക്കെ ഇങ്ങനെയുള്ള ആയത്തുണ്ട്. ഒക്കെ ഈ റമദാനിലൊന്ന് വായിച്ചിട്ട് അങ്ങനെ ആ അവിടെ ചെന്നുകാണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ പറയുന്ന ഓരോ എക്സ്ക്യൂസ് ഉണ്ട്. ഓരോ എക്സ്ക്യൂസ് എന്താണ്? ആദ്യം പറയും എനിക്ക് ചെറിയ വീഴ്ചയൊക്കെ പറ്റിയിട്ടുണ്ട്, പടച്ചോൻ ഭാഗത്ത് ഞാൻ കുറച്ചൊക്കെ ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ട് അറിയും. പിന്നോ പറയും പടച്ചോൻ എന്നെ നരകത്ത് കാക്കിയതാന്നറിയും. പിന്നോ പറയും ഞാൻ കുടുങ്ങിയത്. അങ്ങനെ എന്താണ് അങ്ങനെ ഒരു മനുഷ്യന്മാര് നിന്നെ ഒന്നും കൂടിയൊക്കെ രക്ഷപ്പെടുത്തി തന്നാ ഞാൻ മുഹ്സിനാകാന്നറിയാം, ഞാൻ മുസ്ലിം ആകാന്ന് കൂടി അല്ല ഒപ്പം പറയാം. ഞാൻ മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദർജയാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാവരും പെടും, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസമുള്ളവനെ പെടുള്ളൂ. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ആരാ അറിയോ? പടച്ചോൻ കാണുന്നുണ്ട് എന്ന് വിചാരിച്ച് നടക്കണവനാണ് മുഹ്സിൻ, ഇഹ്സാനുള്ളവന്. അപ്പോ പറയണ വാക്കെന്താരോ, ഇന്ന് ഒന്നുകൂടി ലോകത്തേക്ക് ആക്കിയാ ഞാൻ മുഹ്സിനായിട്ടാ വരിക, തിരിച്ചു വരിക. പിന്നെ തിരിച്ചു വിടൂല എന്നാ പറഞ്ഞേ. അതൊക്കെ ഇപ്പൊ തന്നെ പറഞ്ഞേ. നിങ്ങൾ നോക്കി, അതൊക്കെ നടക്കാൻ പോണ കാര്യമാണ്. ആ നടക്കാൻ പോണ കാര്യൊക്കെ സിനിമ മാറി ലൈവായിട്ട് പറഞ്ഞു തരാണ്. ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. അതൊക്കെ നമ്മളോടുള്ള കാരുണ്യം അല്ലാതെ, അതാണ് റബ്ബ് കാരുണ്യവാനാണെന്ന് പറഞ്ഞാൽ. ഇതിനേക്കാൾ വലിയ കാരുണ്യം ഉണ്ടോ? ഒരു ചങ്ങായി ഒരു കുണ്ടിപ്പൂ ചാടിനോടത്ത് 10 സ്ഥലത്ത് നിർത്തിയിട്ട് ഇതാ കുണ്ടുണ്ടിട്ടോ കുണ്ടിന്റെ വീഡിയോ കാണിച്ചു, കുണ്ടിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു, എല്ലാം കാണിച്ചു. പിന്നെ കുണ്ടി ചാടി എന്താ ഒരു ചവിട്ടാൻ ചവിട്ടിയല്ലേ? പിന്നെ അവനോട് ആർക്കെങ്കിലും അനുഭവം ഉണ്ടാവോ? അത്തരത്തിൽ നിങ്ങൾ നോക്കി ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, എന്താ ഈമാൻ കിട്ടാത്ത. എങ്ങനെ ഈമാൻ കിട്ടുക? 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജും സക്കാത്തൊക്കെ പറയണീന്റെ മുമ്പ് വെറും ഒരു പണി അവിടെ ഉള്ള ഈമാൻ ഉണ്ടാക്കുക. 13 കൊല്ലം അവിടെ ഈമാൻ ഉണ്ടാക്കലായിരുന്നു. ആ ഈമാൻ ഉണ്ടാക്കിയത് എങ്ങനെ നോക്കിയാൽ മതി. ആ ഈമാൻ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 കൊല്ലം ഈമാൻ ഉണ്ടാക്കി. ഇനിയിപ്പോൾ അത് പഠിച്ചാൻ പ്രയാസമാണെങ്കിൽ അതൊന്നും നോക്കണ്ട. ആ 13 കൊല്ലം ഇറങ്ങിയ സൂറത്ത് എടുത്ത് നോക്കിയാൽ മതി. ആദ്യത്തെ അവസാനത്തെ 2 ജുസ് ഹമ്മിൻ തബാറക്കും അത് മുഴുവൻ മക്കിയായ സൂറത്താണ്, മക്കത്ത് അവതരിച്ച സൂറത്താണ്. അതിങ്ങനെ എടുത്ത് വായിച്ചു നോക്കി അങ്ങനെ കാണാം. പുട്ടില് തേങ്ങട്ടമാരി ഇങ്ങനെ പറയും, മരിച്ചിട്ടോ ശേഷം ജീവിതം കിട്ടോ, ഒരു ക്യാമനാൾ കിട്ടോ, വിറപ്പിക്കിട്ടോ, അങ്ങോട്ടാക്കൂട്ടോ ഇങ്ങോട്ടാക്കൂട്ടോ. അപ്പൊ അതങ്ങോട്ട് ബോധ്യപ്പെട്ടാലേ ബാക്കിയൊക്കെ ശരിയാവുള്ളൂ. നമ്മൾ എത്ര ക്ലാസ് കേട്ടുകൊണ്ട് ഈമാൻ ഉണ്ടാക്കിയിട്ടും കാര്യമല്ല. ഈ സാധനം മരിച്ചണ് കഴിഞ്ഞാൽ ഇതാ ഒരു ചോദ്യം ഉണ്ട്, അവിടെ സഹായം ഉണ്ടാവില്ല. അത് ഏറ്റവും ഭീകരാവസ്ഥക്കാരം. അവിടെ ഭയങ്കര വിചാരണ ഉണ്ടാവും, അവിടെ നല്ല മേട്ടുണ്ടാവും, അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂല എന്ന് എപ്പോഴാണോ ബോധ്യപ്പെടുന്നത് അവിടുന്ന് അങ്ങോട്ട് ഇതൊക്കെ ലൈവാകുള്ളൂ. അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും ഇത് ഭയമരിനെ പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് കുറച്ച് അതൊക്കെ അതിനൊക്കെ പറ്റിയൊരു നേരാണ്. ഒരു പനി പനിച്ചുകാണ്ട് ഇങ്ങനെ മര്യാദയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ബാത്റൂമിക്ക് പോകണമെങ്കിൽ പെണ്ണുങ്ങൾ പിടിച്ചണം. അപ്പോഴെങ്കിലും ഒരു ബോധം വന്നിട്ടില്ലെങ്കിൽ എപ്പോഴാ പിന്നെ ബോധം വരിക? അതുകൊണ്ട് ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. ഇതൊക്കെ ഇന്നെ നന്നാകാൻ വേണ്ടി പടച്ചുള്ള ഓരോ കാര്യങ്ങളാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതാ വേദന ഉണ്ടാവുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന ഉണ്ട്. അഊദു ബിസ്മില്ലാ 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 എന്ന് 3 വട്ടം പറഞ്ഞിട്ട് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്നുള്ള പ്രാർത്ഥന 7 പ്രാവശ്യം വേദനയുള്ള സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ ഏത് വേദനയും മാറും. ഇതാ ഫലക്കുൻ നാസ് ഓതി ഊദ ഏത് 3 വട്ടം രാവിലെ വൈകുന്നേരക്കുള്ള പ്രാർത്ഥനയിലുണ്ട്. അത് നിങ്ങൾ നോക്കി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് എന്താ അതിന്റെ അർത്ഥം? മിൻ ശർരി മാ ഖലഖ്. മിൻ ശർരി മാ ഖലഖിന്റെ തഫ്സീർ എടുത്ത് വായിച്ചാൽ മതി. നിങ്ങൾക്ക് ലോകത്ത് നിപ്പ എന്ന് പറയേണ്ട, പേരുള്ളതും പേരില്ലാത്തൊക്കെ അതിൽ പെട്ടു. മിൻ ശർരി മാ ഖലഖ്, അള്ളാന്റെ സൃഷ്ടി അല്ലാത്തൊന്നും ഇവിടെ അല്ലല്ലോ. അതിന്റെ ഷെറിൽ നിന്നൊക്കെ ഞാൻ അള്ളഹാനോട് കാവലിനെ തേടുക എന്നാണ് അതിൽ പറയണേ. അത് രാവിലെയും വൈകുന്നേരം അതൊന്ന് മനസ്സിൽ തട്ടിയാണ് പറഞ്ഞാല് ഒരു ഷെറും വരില്ല. പക്ഷെ നമുക്ക് ഭരണം എന്താ വെച്ചാൽ നമ്മളാരും അത് പറയണ മനസ്സിൽ തട്ടിയിട്ടല്ല. നമ്മളിങ്ങനെ ഒരു കജ്ജിൽ ഫോൺ ഉണ്ടാവും, ആരപ്പം അവസാനം വിളിച്ച് അതിൻ്റെ അടി 3 കുല്ലല്ലാഹു ഒക്കെ പോയിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. പിന്നെ ഏതെങ്കിലും വയസ്സന്മാര് വാട്സപ്പ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ സുബ്ഹാനല്ലാഹ് എന്ന് അറിയുമ്പോഴേക്കാരും നമ്മളെ സുബ്ഹാനല്ലാഹ് ഒരു വലിയ കാര്യമില്ലാതെ പോയത് നമുക്ക് മനസ്സിലാകുക. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒന്നുകൂടി ചില ആൾക്കാർ കുറച്ചൊക്കെ ഈമാണല്ലോ, പിന്നെ ചിലപ്പോൾ ഒന്നുകൂടി മര്യാദക്ക് ചെല്ലി വെക്കും. അല്ലാത്തവനെന്ത് ചെയ്യും? അല്ലാത്ത ഓന്റെ കണക്ക് ഇങ്ങനെ ചോൻ പോകും.
അപ്പൊ അങ്ങനെ ചെല്ലിയ സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചെല്ലിയ ഫലക്കുന്നാസ് കൊണ്ടൊന്നും എന്ത് ചെയ്യൂല, ഇജാതി നിപ വൈറസ് ഒന്നും തട്ടിപ്പോകുന്നില്ല. മിൻ ശർരി മാ ഖലഖ് എന്നൊക്കെ ഉള്ളു തട്ടിയിട്ട് പറയാൻ വയ്ക്കണം. അങ്ങനെ രാവിലെയും വൈകുന്നേരം 3 വട്ടം, മഗ്‌രിബിന്റെ ശേഷം സുബഹിന്റെ ശേഷം ചെല്ലണോനുണ്ട് 3 വട്ടം, അതേമാതിരി രാവിലെയും വൈകുന്നേരം ചെല്ലലുണ്ട്. അതൊക്കെ അർത്ഥം അറിഞ്ഞാണ് ചെല്ലിയാൽ തന്നെ ധൈര്യമായിട്ട് അങ്ങനെ ജീവിക്കാം. ഇവിടെ അള്ളാന്റെ സൃഷ്ടിയല്ലാതെ വേറൊരു ഷെറിഞ്ഞ് വരാല്ല. ആ ഷെറിനൊക്കെ പറ്റി രാവിലെയും വൈകുന്നേരം ജാമ്യം എടുത്തിട്ടാണ് നമ്മൾ ഈ നടക്കണത്. ഈ വരണമെങ്കിൽ വരും, കാരണം ഖദറിലുള്ളത് വരും തന്നെ ചെയ്യും. അപ്പൊ അള്ള ഒരു ഖദർ അന്ന് ബാധിക്കാൻ വെച്ചണമെങ്കിൽ അന്ന് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയില്ല. എന്നാലും നിങ്ങളെ ഖദർ പറഞ്ഞത് ബാധിക്കുക തന്നെ ചെയ്യും, അതിന് രക്ഷപ്പെടാൻ പറ്റൂല. അപ്പൊ ധൈര്യമായിട്ട് നടക്കാം. ഇപ്പൊ എന്ത് ധൈര്യത്തിലാ ഇപ്പൊ ഒരു കുട്ടി ഇങ്ങനെ, സാധാരണ ഇപ്പൊ നമ്മള് ഈ ചെറിയ നടത്തം തുടങ്ങിയ കുട്ടികൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് പേടിയാവും. ഇപ്പൊ മുഖം തോന്നും. സ്റ്റെപ്പൊക്കെ ഇറങ്ങണണ്ടാല് നമുക്ക് അതിന്റെ പുറത്ത് പോയി നിൽക്കാനൊക്കെ തോന്നും പിടിച്ചാന്. പക്ഷെ മുകളില്ലല്ലോ, അധികം മുകൂല. അപ്പൊ എന്താ നമ്മൾ അങ്ങനെ പിന്നെ ചെറിയ കുട്ടികൾ ഇതേമാതിരി പെരീന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്തൊക്കെ ഫിത്തിനെ എവിടെയൊക്കെ ഞാൻ സൈക്കിൾ കുത്തി മറിഞ്ഞിട്ടും കിണറ്റിക്ക് മൂണ്ടും അതിലുമൊന്ന് മൂണ്ടും കല്ല് മൂന്നിട്ടും കുത്തിയിട്ട് എന്തൊക്കെ പരിക്കുകളാണ് കേശവാഴ്ചയിൽ വരുന്നത് അറിയോ? എല്ല് പൊട്ടിയിട്ട് എങ്ങനെയൊക്കെ പല ജാതി പൊട്ടലുകൾ, നമുക്ക് വിചാരിച്ചാത്ത ജാതി പൊട്ടലൊക്കെ ഉണ്ടാവും. വാതിലുള്ള കുടുങ്ങുക എന്നുള്ളത് നോമ്പിന് ഏറ്റവും കൂടുതൽ വരുന്നത് വാതിലുള്ള കുടുങ്ങയ്യ. ഈ നോൽമ്പിൽ എല്ലാവർക്കും ധൃതിയായി കാരണം ഉണ്ടാക്കാനുള്ള. അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ കാണാൻ എല്ലാത്തിനും വാതിലുടങ്ങി ഒറ്റ ഉണ്ടാവില്ല, ഒരു വിരലിനും. അപ്പൊ അങ്ങനെ ഈ വാതിൽ കൂടുന്ന അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മളൊക്കെ കൂടി ഇത് ആലോചിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയൂല. നേരെ മറിച്ച് ആ കുട്ടിയുടെ ഇറങ്ങുമ്പോൾ കുട്ടിനെ ശല്യിപ്പിച്ചത്, കുട്ടി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് ആണ് ശീലിപ്പിച്ചാല് ആ കുട്ടി അതങ്ങോട്ട് ചെല്ലി ഇറങ്ങി പോയാലേ വാതിലടച്ച് കുടിക്കോ നമ്മളെ പണി എന്താ വെച്ചാൽ നോക്കാം. മറ്റേത് ഇങ്ങനെ ബേജാറുണ്ടാവും, ഈ ബന്ധിന് പറ്റുമോ. അപ്പൊ ഇങ്ങനത്തെ നമുക്ക് ഈ റബ്ബുമായിട്ടുള്ള ബന്ധം കൊണ്ടുള്ള കുറെ മെച്ചങ്ങളുണ്ട്, അതൊന്നും നമുക്ക് കിട്ടണില്ല. അതാണ് നമുക്ക് കിട്ടണ്ടേ. അത് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ബന്ധമാണ് അള്ളാനായിട്ട്. അപ്പൊ ആ ഒരു ബന്ധത്തിലൂടെ ഈ ജാതി സാധനങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ഒരു കുല്ലാദു റബ്ബിൽ ഫലക്കൊക്കെ ഉണ്ട്, രാവിലെ അർത്ഥറിഞ്ഞ് മനസ്സിരുത്തിയാണ് ചെല്ലിയാലേ ധൈര്യമായിട്ട് ഏത് അങ്ങാടി കൂടി വണ്ടി ഒട്ടി പോകാം, ഏത് നാഷണൽ ഹൈവേയിൽ പോവാ, വരാൻ വിചാരിച്ച ആപത്ത് വരും തന്നെ ചെയ്യും. അത് തടുക്കാൻ കഴിയില്ല. ബാക്കി നമുക്കൊരു ധൈര്യക്കാരം ഏത് പ്രതിസന്ധി നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ എന്ത് ചെയ്യാം, ഒരു മാനസിക നിലപാട് നമ്മൾ ജീവിക്കുമ്പം ഉണ്ടാക്കി തീർക്കുക. എന്നാലേ അസുഖം വരുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. ഒരു പനി ബാധിച്ച ഒരാളോട് പനി സന്ദർശിക്കാൻ പോയപ്പോൾ അയാൾ പനിനെ അങ്ങനെ ശപിക്കാണ്, ഈ പനിയിൽ ഞാൻ മരിച്ചു എന്നാ പറഞ്ഞത്. എന്തൊരു പനിയാണ് ഈ പനി ഇനിയും കൊണ്ടേ പോകുള്ളൂ എന്നാ നമ്മുടെ നാട്ടിൽ പറയാ, ഈ പനി ഇനിയും കൊണ്ടേ പോകുള്ളൂ. അപ്പൊ അല്ലാഹു റസൂൽ എന്നാ അങ്ങനെ തന്നെ ആട്ടെ, ഓ മരിച്ചു എന്നാ പനി കൊണ്ട് മരിച്ചു എന്നാ അങ്ങനെ നബി പറഞ്ഞ് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് പറയാണ് ഈ പനി ഇനിയും കൊണ്ടേ പോകുള്ളൂ. അപ്പൊ അങ്ങനെ പനിച്ചുമ്പോ പറയരുത്, നന്ദികേട് പറയരുത്. ഈ കാരണം എന്താ പറയുക, പനിയെ പറ്റി പറഞ്ഞല്ലോ, പനിക്കുമ്പം ശരീരത്തിൽ നിന്ന് പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. അപ്പൊ ഒരു പനി പനിച്ചാൽ തന്നെ നിങ്ങൾ നോക്കി പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു പ്രതിഫലേച്ഛയോടുകൂടി ഈ കോയി പോലെ മെലിഞ്ഞ ഒരു നാടൻ കോയിട്ടോ, ലഗോണല്ല, അതെ മെലിഞ്ഞറിനെ കോയി പോയി മെലിഞ്ഞ ഒരു ആളെ സഹാബിനെ സന്ദർശിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അയാളെ കണ്ടിട്ട് ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ ഒരു കോലം കണ്ടിട്ട് നബി ചോദിച്ചു എന്നാ, ഈ എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥന നടത്തുന്നുണ്ടോ, നമ്മളൊന്നും ദ്വേർക്കാത്ത എന്തോ ഒന്ന് ദ്വേർക്കുണ്ടല്ലോ എന്നാ പറഞ്ഞത്. അപ്പൊ എന്താ അറിയോ, മൂപ്പര് വിചാരിച്ച് കൂടുതൽ പരീക്ഷണങ്ങൾ കിട്ടിയ നല്ല ദറജ സ്വർഗത്തിലുണ്ടാവും. അപ്പൊ മൂപ്പരെ പ്രാർത്ഥന എന്താണോ, പടച്ചോനെ മാക്സിമം പരീക്ഷണം കൊണ്ട് എന്റെ ദറജ ഉയർത്തണേ എന്നാ പ്രാർത്ഥിക്കണേ മൂപ്പര്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിക്കണ്ട, എന്ത് പരീക്ഷണങ്ങൾ തരണേ എന്ന് പ്രാർത്ഥിക്കരുത്. അങ്ങനെ ആരും ദറജ ഇവിടെ ഉയരണ്ട. കാരണം അയാളെ കണ്ടപ്പോ നബി ചോദിച്ചാ, നിങ്ങൾ എന്തോ ഒരു പ്രത്യേക പ്രാർത്ഥന നടത്തുന്നുണ്ടോ എന്നാ നബി ചോദിച്ചു ആ കോലം കണ്ടപ്പോ. അപ്പൊ അയാൾ പറഞ്ഞതാണ്, ഞാൻ പരീക്ഷണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പരീക്ഷണം ഉണ്ടാകാൻ വേണ്ടി, എന്തിന് ദറജ ഉയരാൻ വേണ്ടി. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒന്ന് ആ അവസ്ഥയിൽ നമ്മൾ അതൃപ്തി രേഖപ്പെടുത്തരുത്. പിന്നെ സബർ അതിന്റെ ആദ്യത്തിൽ തന്നെ എന്താണ് സബർ വേണം. പനി വന്നാൽ പോലും എന്ത് ചെയ്യരുത്, പനിനെ ശപിക്കരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ അസുഖമായാല് നിസ്കാരം പല ആളുകളും നിസ്കരിച്ചില്ല. നിസ്കാരം എന്ന് പറഞ്ഞ പരിപാടി കുറച്ച് മുജാഹിദീങ്ങൾക്ക് ഉണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ, സുന്നിയാളൊന്നും ഉണ്ടല്ലോ, കുറച്ച് മോലിയമാര് നിസ്കരിച്ചു എന്നല്ലാതെ നാടൻ സുന്നിയാളൊന്നും നിസ്കരിച്ചു കേട്ടോ. നിങ്ങൾ എന്താ വിചാരിച്ചേ, സുന്നിയാൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഈ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ആൾക്കാർ ഭൂരിപക്ഷം ആൾക്കാർ നിസ്കരിച്ചില്ല. പ്ലാസ്റ്റർ വെട്ടാൻ വേണ്ടി വരുമ്പോൾ തന്നെ അമ്മാരൊക്കെ എന്താ പറയാ, ഇതൊന്നും വെട്ടിക്കാട്ടിക്കാതെ ഒരു മാസമായി നിസ്കരിച്ചിട്ട്. ചെറിയ പറ്റുക, നമ്മളെ പണ്ട് പറ്റുക്കുണ്ടോ നമ്മൾ പലചരക്ക് വീടിയിലൊക്കെ അല്ലേ, ആജാദി നോട്ടുക്കും വാങ്ങിയിട്ട് അതിൽ എഴുതി വെച്ചേക്കാം 30 ളുഹർ 30 അസറൊക്കെ. എങ്ങനെ മനുഷ്യന്മാരെ 30 ളുഹർ നിസ്കരിച്ച? ഈ നിസ്കാരം കൊണ്ട് അള്ളാഹ് ഉദ്ദേശിച്ച അതാണ്, 30 ളുഹർ നിസ്കരിച്ചല. എന്ത് അറിവാണ് ഇവർക്ക് കിട്ടണത്, എന്ത് തെളിവല്ലേ നിസ്കരിച്ചാതെക്കാന്. ഈ കലായി എന്ന് പറഞ്ഞൊരു കാവുത്തും കായി ആയിട്ടാണ് ഇവര് നടക്കുന്നത്. ഈ കലായി ആർക്കുള്ളത്?
ഉറങ്ങിയാക്കും മറന്നാക്ക് കള ഉള്ളൂ. ഉറങ്ങി അള്ളാന്റെ റസൂൽ ഉറങ്ങിയിട്ടുണ്ട്. എന്തിനാ? അള്ളാന്റെ റസൂലിനെ അള്ളാഹ് ഉറക്കിയിട്ടുണ്ട്. എന്തിന്? ഉറങ്ങി കള ആയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂലിനെ ഉറക്കിയിട്ടുണ്ട്. രണ്ട്, വളരെ വൈകി യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് ടെന്റ് അടിച്ചപ്പം സാധാരണഗതിയിൽ സുബൈ ആയാൽ അറിയിക്കാൻ വേണ്ടി ഒരാളെ നിർത്തുക. അന്ന് നബി എണീക്കാൻ സാധ്യത കുറവായതുകൊണ്ട് രണ്ടാളെ നിർത്തി. സുബൈയാവുമ്പോൾ വിളിച്ചാല് രണ്ടാളും ഉറങ്ങിപ്പോയി. സൂര്യന്റെ വെയിൽ ചെവി കുത്തിയിട്ട് നീച്ച്. അപ്പൊ എന്താ നമ്മള് കാട്ടുക? നമ്മള് സാധാരണ കള ആയ പിന്നെ സുന്നത്തുമില്ല, ഒരു കള്ളിത്തുരുത്തിട്ടോ ഒറ്റ സുബയ്യ. കള ആയ പിന്നെ നിസ്കാരത്തിന് വേറൊരു കോല. പല ആൾക്കാർക്കും ഒന്നുമില്ല, പിന്നെ നിസ്കാരം ഒരു മാണ്ടാത്ത നിസ്കാര. അതിന് മാതൃക നബി കാണിച്ചു തന്നു. ആദ്യം ബാങ്ക് വിളിച്ചു. ബാങ്ക് ബിലാലിനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും സുന്നത്ത് നിസ്കരിച്ചു. കളായിട്ടാ സുന്നത്ത് നിസ്കരിച്ച്. സുബൈന്റെ മുമ്പുള്ള സുന്നത്ത് എല്ലാവരും നിസ്കരിച്ചു. ജമാഅത്തായിട്ട് സുബൈ ജമാഅത്തായി നിസ്കരിച്ചു കളായിട്ട്. അത് ഈ സമുദായത്തിന് ബാക്കി വെച്ചാണ്, പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കളാക്കിയതാണ്. അപ്പൊ കളായി എന്ന് പറഞ്ഞാൽ ഉറങ്ങിയാലും മറന്നാലുള്ളൂ, അല്ലാതെ ഈ അസുഖായിനൊന്നും കളായില്ല. അതുമാതിരി ഒരു നിസ്കാരം 30 വട്ടം നിസ്കരിച്ചിട്ടൊന്നുമില്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഓരോ സമയത്ത് പഠിച്ചവന് ഓർമ്മ ഉണ്ടാകാനുള്ളതാണ്. അങ്ങനെ 30 വട്ടം എങ്ങനെ 100 നിസ്കരിച്ചത്? എന്നിട്ട് ഇതപ്പ പുതിയൊരു ഫത്വ. എന്ത്? പണ്ടൊക്കെ നമ്മള് പള്ളിയേക്ക് ജുമാക്ക് ചെന്നാൽ കാണാം കുറെ മഹാന്മാര് സുബൈന്റെ കുനൂത്ത് ജുമാക്ക് ചെല്ലണാണ്. ജുമാന്റെ മുമ്പന്റെ സുന്നത്തിന് കാണാൻ എല്ലാവരും ഇങ്ങനെ കയ്യൊന്നിച്ചത്. അപ്പൊ ഈ ആൾക്കാരൊന്നും സുബൈ നിസ്കരിച്ചാത്തോല. പണ്ടൊന്നും ഈ സുബൈ നേരത്തിന് നിസ്കരിച്ചല്ലേന്നു. ആൾക്കാർ കുളിച്ചാൻ മടിച്ചിട്ട് എന്ത് ചെയ്യും? ഉച്ചക്ക് കുളിച്ചുകാണ്ട് സുബൈക്ക് വെള്ളിയാഴ്ച കാണാൻ എല്ലാവരും കുനൂത്തല്ലാണ്. ഇപ്പതാ ഒരു പണ്ഡിതന്റെ ഫത്വ. എന്ത്? എല്ലാവരും ഇനി തറാവി അല്ല നിസ്കരിച്ചേണ്ടത്, മുൻകഴിഞ്ഞു പോയ കള ആയ സുബൈകൾ നിസ്കരിക്കൂ, എന്നിട്ട് തറാവി നിസ്കരിച്ചാൽ മതി. അപ്പൊ സഹോദരങ്ങൾ, ഇവർ ഈ ഉമ്മത്തിനെ എങ്ങോട്ടാ കൊണ്ടുപോകണേ? നമ്മൾ ദഅവത്തിന്റെ ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴേ നമുക്ക് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതൊക്കെ. ആൾക്കാർ നിസ്കരിച്ചില്ല, അതുകൊണ്ട് നമ്മൾ അറിയണ രോഗിനെ സന്ദർശിക്കുമ്പോൾ നിസ്കാരത്തിന്റെ കാര്യമൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി ഒന്ന് ഉപദേശിച്ചു കൊടുക്കുക. കാരണം അള്ളാഹ്നേറ്റ് ഏറ്റവും അടുക്കേണ്ട സന്ദർഭമാണത്. അപ്പോഴും കൂടി നിസ്കരിച്ചാതെ കുത്തിരിക്കാരണം, പിന്നെ എപ്പോഴാണ് ഇവർ നിസ്കരിച്ച? അപ്പൊ ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അത് നമ്മളമ്മയും നമ്മളെ വാപ്പയാണെങ്കിൽ ഒന്നുണ്ടാക്കി കൊടുക്കണം, ഒന്നെടുത്ത് കൊടുത്ത് നിസ്കരിപ്പിക്കണം. ലക്ഷങ്ങൾ നമ്മൾ ബില്ലടക്കില്ലേ, വെന്റിലേറ്ററിന്റെ ചാർജ് അടക്കില്ലേ, എത്ര ബില്ല് നമ്മൾ വാപ്പാന്റെ ഉമ്മാന്റെ അടക്കാൻ തയ്യാറാണ്. പക്ഷെ ബാപ്പാക്കും ഉമ്മാക്കും സ്വർഗം വേണ്ടേ? നിസ്കരിപ്പിക്കണം. ഓല് ഈ ആൾക്കാരനെ, ഈ കളായിന്റെ ആൾക്കാരാണല്ലോ ഒക്കെ. അപ്പൊ അതെന്ത് ചെയ്യാ? അത് നിസ്കരിപ്പിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾക്ക് അസുഖമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? സന്ദർശിക്കണം. കാരണം അള്ളാഹ് ഖുദ്സിയായ ഹദീസിൽ കാണാം, അള്ളാഹ് ചോദിക്കുന്നതാണ്. എന്ത്? ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിച്ചില്ലെന്ന്. അപ്പൊ അള്ളാഹ് രോഗിയായിക്കണോ? അല്ല, എന്റെ അടിമ രോഗിയായി കിടന്നപ്പോ നമ്മൾ പോയി നോക്കില്ലെന്നാ. എല്ലാ മീറ്റിങ്ങിനും സംഘടനാ കാര്യത്തിനൊക്കെ വിളിച്ചു. മീറ്റിംഗില്ലേ പോസ്റ്റ് ഒട്ടിക്കണ്ടേ, എന്താ പിരിവരാത്ത്? ഉണക്കടാവുമ്പോ വിളിച്ചോ തിരിഞ്ഞു നോക്കണല്ല. അപ്പൊ അത് വിശ്വാസികൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ അങ്ങനെ വരാൻ പാടില്ല. അസുഖം ഉണ്ടായാൽ എന്ത് ചെയ്യണം? സന്ദർശിക്കണം. ഖുർആനിൽ വ്യക്തമായ ആയത്തുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അള്ളാഹ് ഒരു എന്താണ് ചുമക്കാൻ പറ്റാത്തൊരു കാര്യം, നടത്താൻ പറ്റാത്തൊരു കാര്യം ഒരാളെ കൊണ്ട് അള്ളാഹ് എന്ത് ചെയ്യില്ല? നടത്തിച്ചില്ല. അതേപോലെ തന്നെ എന്താണ്? ഈ മതത്തിലൊരു പ്രയാസം അള്ളാഹു ആർക്കും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത്. അതേപോലെ തന്നെ അദ്ദീനു യുസ്റുൻ, മതം വളരെ എളുപ്പമാണ്. അങ്ങനെ അപ്പൊ ഇതൊന്നും ഒരു പ്രയാസമല്ല. നിങ്ങൾ നോക്കി, നമസ്കാരം ജമ്മു ചെയ്യാം. 4 റക്അത്തുള്ള 2 നമസ്കാരങ്ങൾ കമ്പൈൻ ചെയ്യിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 4 എന്ത് ചെയ്യാം? 8 ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം, ജമ്മാക്കാൻ പറ്റും. ഒരു നേരത്തിന് ഒതുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ. അങ്ങനെ എന്തെല്ലാം ഇളവുകൾ ഈ ദീനിൽ അള്ളാഹ് വെച്ചിട്ടുണ്ട്. നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കിടക്കാം, ഖിബ്ലക്ക് അഭിമുഖീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണോ കിടക്കണം അങ്ങോട്ട് നിസ്കരിച്ച. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാ? ആ സ്മരണ നിലനിർത്താൻ നമുക്ക് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ മാർഗം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു സന്ദർഭത്തിൽ മുതലെടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കേണ്ട സമയത്ത് നമ്മൾ ആ കാര്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇനി എന്താണ്? ഇനി ചികിത്സിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഹലാലായി മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ചികിത്സിക്കാം. ഹലാലായ ചികിത്സ ഇസ്ലാം മദ്യം കൊണ്ടോ ഹറാമായ വസ്തുക്കൾ കൊണ്ടോ ചികിത്സ നടത്താൻ പാടില്ല. പിന്നെ ഫലപ്രാപ്തിയുള്ള, ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കാത്ത ഹലാലായ ഏത് ചികിത്സയും ഇസ്ലാമിലെടുക്കാം. ഇസ്ലാം ഒന്നിനും എന്തല്ല? എതിരല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ തേന്, സംസം വെള്ളം, കരിഞ്ചീരകം, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ, പിന്നെ കൊമ്പുവെക്കൽ പോലത്തെ ചികിത്സകൾ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സഹീഹായ ഹദീസിന്റെ പിൻബലമുള്ള ശറഇല് അംഗീകരിക്കപ്പെട്ട ചികിത്സാ രീതികളാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആ സുന്നത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പിന്തുടരാം. അതിലൊക്കെ കൂലിണ്ടാവും. ഇനിയിപ്പോ എന്താ ഇതിന്റെയൊക്കെ അവസാനം? എന്താ അവസാനം? മരിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾ നോക്കി, മരിച്ചാൽ വളരെ സന്തോഷമാണ്. ഒരു ആക്സിഡന്റ്, ഒരു തീപ്പൊള്ളലേറ്റ്, ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു ബിൽഡിംഗ് വന്ന് കെട്ടിടം തകർന്ന് അങ്ങനെ വലിയ പ്രയാസങ്ങൾ ഉണ്ടായി, ഒരു വലിയ അസുഖത്തെ പറ്റി, ക്യാൻസർ, വയറിന്
പ്രയാസം ഉണ്ടായി, അതേപോലെ തന്നെ പ്രസവത്തെ തുടർന്ന് മരിച്ചു. ഇതൊക്കെ ഷഹീദിന്റെ കൂലിയാണ്. എല്ലാവർക്കും ഷഹീദിന്റെ കൂലിയാണ്. അപകട മരണങ്ങൾക്കൊക്കെ ഷഹീദിന്റെ കൂലിയാണ്. അപ്പൊ അതൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു ഈമാൻ ഉള്ളവനെ എന്ത് ചെയ്യുള്ളൂ, അത് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഉറ്റവരും ഉടയവരും വിട്ടുപിരിഞ്ഞു പോയാലും അതിൽ ക്ഷമിച്ചു കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞ പോലെ കൂലിയുണ്ട്. നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ ജീവിക്കുമ്പോൾ ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ സുജൂദിന്റെ ഇടയിലൊക്കെ നമ്മൾ ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര ആൾക്കാർക്ക് അറിയാം സുജൂദിന്റെ ഇടയിലുള്ള പ്രാർത്ഥനയിൽ ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? ആക്കങ്ങോട്ട് ചെല്ലിപ്പോവുകയാണ്. അപ്പൊ ഈ ചെല്ലണീനൊക്കെ ഒരു ബോധം ഉണ്ടായി കണ്ട് ഇതൊക്കെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടെങ്കിലും ഒന്ന് ചെല്ലാൻ ശ്രമിക്കുക, എന്നാലേ അതിനൊക്കെ ഒരു ഉത്തരം കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഭക്ഷണശീലങ്ങൾ, അധിക അസുഖങ്ങളും ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഭക്ഷണത്തിലേക്ക് ഒരു മിതത്വം പാലിക്കുക. ഇസ്രാഫ് പാടില്ല. ഹലാലായതൊക്കെ തിന്നാം. പല ചർച്ചകളാണ്. ഇറച്ചി മാത്രം തിന്നണോ, കോഴി മാത്രം തിന്നണോ, പച്ചക്കറി മാത്രം തിന്നണോ, ചോറ് മാത്രം തിന്നണോ, പലതരത്തിലെ ചർച്ച ഉണ്ട്. ഇസ്ലാമിന് ആകെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഹലാലും തൊയ്യിബായത് ഏതും തിന്നാം, പക്ഷെ കുറച്ച് പള്ള തറയാൻ തിന്നരുത്, കുറച്ച് തിന്നാ മതി. അത്രേ ഉള്ളൂ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആ വിഷയത്തിൽ അത്രേ ഉള്ളൂ. ഇത് തിന്നാൻ പറ്റുമോ, അത് തിന്നാൻ പറ്റില്ല. ഹലാലാണോ തിന്ന, തൊയ്യിബാണോ തിന്ന, പക്ഷെ കുറച്ചേ പാടില്ല, ഇസ്രാഫ് പാടില്ല. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ. പിന്നെ കുത്തിവെപ്പ്, അസുഖം വരാതെക്കാൻ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കണീ തെറ്റില്ല. കാരണം എന്താ, സൗദിയിലെ പ്രമുഖന്മാരായ പണ്ഡിതന്മാർ ഫത്വന്നെ കാണാം, 7 അജുവ ഈത്തപ്പഴം തിന്നാൽ സിഹിർ ബാധിക്കൂലെന്ന്. അത് സിഹിർ ബാധിക്കാതെക്കാൻ വേണ്ടി എണ്ണം തിന്നണ പോലെയാണ് എന്ത്, കുത്തിവെപ്പ് എടുത്താൽ അസുഖം വരില്ല എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ടതും ഉപദ്രവമല്ല എന്ന് ഉറപ്പുള്ളതാണെങ്കിൽ എടുക്കണം എന്നാണ് പണ്ഡിതന്മാർ ഫത്വ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ അസുഖത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗം ഒന്ന് വൃത്തിയോടുകൂടി ജീവിക്കുക, 2 പ്രാർത്ഥനകൾ ജീവിതത്തിൽ നന്നോം പാലിക്കുക എന്നുള്ളതാണ്. ഈ എന്താണ്, അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റബ്ബിനോട് സദാസമയവും കാവലിനെ തേടുക. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. സ്വതക്ക എന്ത് ചെയ്യും, സ്വതക്ക സമ്പത്തിൽ വളർച്ച ഉണ്ടാക്കുന്നത് മാത്രമല്ല ആപത്തുകളെ തൊട്ട് തടയുമെന്ന രൂപത്തിൽ തന്നെ പല ഹദീസുകളും എന്തുണ്ട്, തൊബറാനിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, നമുക്കിപ്പോ ഒരു കിഡ്നി മാറ്റി വെക്കുക, ഒരു അസുഖം വന്ന് കിഡ്നി മാറ്റിയാണ് 20 ലക്ഷം റുപ്യാവും. കരൾ മാറ്റി വെക്കണമെങ്കിൽ 50 ലക്ഷം റുപ്യാവും. ഒരു കിഡ്നിക്ക് അസുഖമില്ലാതെ നിൽക്കുന്നത്, ഒരു കരളിന് മാറ്റിവെക്കത്തക്ക അസുഖങ്ങളില്ലാതെ റബ്ബ് നമ്മളെ നിലനിർത്തി കൊണ്ടോട് നമ്മൾ കൊടുക്കുന്ന സ്വതക്കന്റെ ബലത്തിലായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വതക്കക്ക് വലിയ സ്ഥാനമുണ്ട്. അതും ജാരിയത്തായ സ്വതക്ക എന്ന് പറയുമ്പോണ്ടല്ലോ, അത് മരിച്ചാലും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എത്ര കാലം അത് അവിടെ ഉണ്ടോ അത്രയും കാലം ഇതിങ്ങനെ വരും. റബ്ബിന്റെ മാർഗത്തിൽ മുന്നേറിക്കൊണ്ടിതാ റമദാനിന്റെ സകല നന്മകളും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നാളെ റബ്ബിനെ ഏറ്റവും സന്തോഷത്തോടു കൂടി എന്നെ ഈ പരിപാലിച്ച് വളർത്തിയ റബ്ബിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യമുള്ള ആ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഇബാദത്തുകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.